കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഷാജി പാസ്റ്ററും മറ്റ് കർത്തദാസന്മാർ, സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കോവിഡാനന്തര ശുശ്രൂഷകളിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൽ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. കോവിഡ് സമയത്തും പലയിടത്തും മീറ്റിങ്ങുകൾക്ക്, ഒറ്റപ്പെട്ട മീറ്റിങ്ങുകൾക്ക് കടന്നുപോയെങ്കിലും തുടർമാനമായിട്ടുള്ള മീറ്റിങ്ങുകൾ പലയിടത്തും വന്നിരുന്നില്ല. ഇത് ഒരു പക്ഷേ ഒരു തുടക്കമായേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ നാളുകളായി നമ്മൾ ആളുകളുടെ ശരിയായ മുഖം കണ്ടിട്ടുണ്ടായില്ല. ഇപ്പോൾ ചെറിയ തോതിലൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി, കൂട്ടായ്മകൾ ആരംഭിക്കുവാൻ തുടങ്ങി. അതിലൊക്കെ സന്തോഷമുണ്ട്. ഒപ്പം ധാരാളം ആളുകൾ മരണപ്പെടുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൊച്ചു പ്രസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 4ാമത്തെ ദൈവദാസനാണ് മരണപ്പെടുന്നത്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട മരണങ്ങളിൽ ഒന്നായിരുന്നു. ഇത് പറഞ്ഞതല്ല. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ധാരാളം ആളുകൾ ഇപ്പോഴും ഭൂമിയിലില്ല. ആ സമയത്താണ് നമ്മളിങ്ങനെ ജീവനോടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് വീണ്ടും അവസരങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ നിറഞ്ഞ നന്ദി ദൈവത്തോടുണ്ട്. ഒപ്പം കോവിഡ് മുഖാന്തരം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലുള്ള ദുഃഖാർത്തരായ ആളുകൾ, അവരെയൊക്കെ ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ അവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സഭയിൽ പല പ്രാവശ്യം കടന്നു വരുവാനിടയായി. 2016 കഴിഞ്ഞ പകൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പകലും രാത്രിയിൽ നടന്ന മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ കർത്താവ് സഹായിച്ചു. വളരെ പ്രത്യാശയുള്ള പാട്ടുകൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ അവർ പാടി. നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ വരവിനെ സംബന്ധിക്കുന്ന പാട്ടുകൾ കേൾക്കുന്നിടത്തോളം ഒരു പ്രത്യാശ, ആശ്വാസഗീതങ്ങൾക്ക് ഒരാശ്വാസഗീതം ആശ്വാസമുണ്ടെങ്കിലും പ്രത്യാശാ ഗാനങ്ങളിൽ നിന്ന് നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന പരമാർത്ഥമായ മനസ്സുകളെ ഉണർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നല്ല പ്രത്യാശയോടുകൂടിയ പാട്ടുകൾ ദൈവദാസന്മാരെ പാടി അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ലൈവായിട്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അല്ലാത്ത മീറ്റിങ്ങുകളൊക്കെ സൂമും മറ്റു കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്തുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മൾ വേഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 9 മണി ആയിരിക്കണം നമ്മുടെ യോഗത്തിൻ്റെ സമാപന സമയം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയല്ലേ? 9 മണിയല്ലേ? 9 മണിയാണ്. ഈ സഭയെ എനിക്ക് അറിയാം. 9, 9:30, 10, 10:30 ആയാലും ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ പ്രയാസമുള്ള ആളുകളൊന്നുമില്ല. എന്നാലും ഒരു നിശ്ചിത സമയം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിർത്തേണ്ടത് ആവശ്യമാണല്ലോ. ഈ കോവിഡ് സമയത്ത് ഞാനും എൻ്റെ കുടുംബവും സഭാപ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം സഹായിച്ചു. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കോവിഡ് വലിയ അനുഗ്രഹമായിരുന്നു, വ്യക്തിപരമായിട്ട്. എന്നാൽ ചില മേഖലകളിൽ കനത്ത നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഒരു പടി കൂടെ ദൈവത്തോട് അടുക്കുവാൻ എനിക്ക്, എൻ്റെ കുടുംബത്തിന് വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾക്ക് അത് അകൽച്ചയും സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഉപരിയായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ ജീവിതത്തിൽ നന്മയായിട്ട് കണക്കാക്കുന്നു. ഇന്നത്തെ ആ സമയത്തൊക്കെ തന്നെ പത്രദ്വാര നമ്മൾ വായിക്കുന്ന കുറേ നാളുകളായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും പത്രമെടുത്താൽ തത്തിക്കളിക്കുന്ന കുറച്ച് വാചകങ്ങൾ, കുറേ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ റൂട്ട് മാപ്പ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അതിൻ്റെ ശരിയായ വകുപ്പൊക്കെ നമുക്കിപ്പോഴാണ് മനസ്സിലായത്.
അപ്പോൾ റൂട്ട് മാപ്പിൽ അങ്ങനെ തുടങ്ങി ഐസൊലേഷനും കൊറോണയും COVID-19 PPE കിറ്റും അങ്ങനെ വന്ന് ഈ ജില്ലാ അതിർത്തികൾ അടച്ചിടുക, രാജ്യം അടച്ചിടുക എന്നൊക്കെ പറയുന്ന ക്വാറൻറ്റീൻ തുടങ്ങിയിട്ടുള്ള ധാരാളം പദങ്ങൾ, സാമൂഹിക അടുക്കളയും സാമൂഹിക അകലവും മാസ്കും സാനിറ്റൈസറും തുടങ്ങി ഇങ്ങനെ ഒട്ടേറെ പദങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയ മറ്റൊരു പദം ആണ് ഇന്നത്തെ എൻ്റെ പ്രസംഗം. കോവിഡ് സമയത്ത് ഞാൻ ചില മെസ്സേജുകൾ പുറത്തു വിട്ടിരുന്നു. ഏതാണ്ട് ഒരു 10-25 പ്രസംഗങ്ങൾ ആ സമയത്ത് ഞാൻ തയ്യാറാക്കാനുള്ള അവസരമുണ്ടായി. കൺവെൻഷന് പറ്റിയ ചില മെസ്സേജുകളും ആ സമയങ്ങളിലൊക്കെ പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അതിന് ആധാരമായിട്ട് ഇന്നത്തെ ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയുന്നു. പഴയ നിയമത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 26-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കും. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് നന്ദി. ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. നല്ല പ്രത്യാശയുള്ള പാട്ടുകൾ പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക. ക്രോധം കടന്നു പോകുവോളം. എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ഫാനൊന്ന് സ്പീഡ് കുറച്ചാൽ ഈ മൈക്കിൽ കൂടെ അത് പോകാതിരിക്കും. എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ഫാൻ സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോ? റെഗുലേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ പോവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ കുറച്ചുകൂടെ കേൾക്കാൻ തോന്നും അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ശബ്ദം കുറച്ചും കൂടെ വരും. തുടക്കമല്ലേ? അപ്പോൾ ഈ യെശയ്യാ പ്രവചനത്തിലെ ഈ വാക്യം, അതുപോലെ ഈ കോവിഡ് സമയത്ത് എനിക്ക് എൻ്റെ വാട്സാപ്പിലൊക്കെ വരുന്ന ധാരാളം വാക്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പുരാതന ശൂന്യങ്ങളെ പണിയും, നിങ്ങളുടെ ശവങ്ങൾ തെരുവീഥിയിൽ കിടക്കും, കുഴിച്ചിടുവാൻ ആരുമില്ല എന്ന് വരും. ഇതൊക്കെ ലൈഫ് ഒരു ജീവിത സാഹചര്യം പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന വാക്യങ്ങളായിരുന്നു. അതിൽ 2 വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ കൊളുത്തി വന്നു. ഒന്ന് ഈ വാക്യമാണ്. 2 വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ഇത് 2 ഞാൻ പ്രസംഗങ്ങളാക്കി. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാണ് ഈ 2 വാക്യങ്ങളും. വെളിപ്പാട് 3:10 കാണുന്ന ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറയുന്ന ആ വചനവും, യെശയ്യാവ് 26:20 പറയുന്ന അറയിൽ കടന്ന വാതിലുകളെ അടച്ച ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്ന് പറയുന്ന വാക്യവും 2 ആളുകൾ എടുത്തുപയോഗിക്കുന്ന മഹാപീഡന കാലഘട്ടത്തിലൂടെ സഭ കടന്നു പോകുമോ ഇല്ലയോ എന്ന വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാക്യങ്ങൾ 2 ആളുകൾ എടുക്കാറുള്ളത്. ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ മലയാളക്കരയിൽ വളരെ ചൂടേറിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ. ഞാൻ ഈ 2-ാം വരവ് എന്ന വിഷയം അറിയാവുന്നതുപോലെ പ്രസംഗിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ എന്നെ ഒത്തിരി ആളുകൾ വിളിക്കാറുണ്ട്, സാർ ഈ സംവാദത്തിലൊന്നും ഒന്ന് പങ്കെടുക്കണം. ഞാൻ പോവാറില്ല. ഇന്ന് വരെ ഒരു സംവാദത്തിലും ഞാൻ പോവാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിളിക്കുന്നവർക്ക് ഒരു ധൈര്യമുണ്ട്. ഞാനൊരു സംവാദത്തിലൊക്കെ ചെന്ന് കയറി ഇടിച്ചു നിന്ന് സംവാദങ്ങളിൽ ശത്രുവിനെയൊക്കെ തറപറ്റിച്ച് ജയിച്ചു കയറി പോരാൻ പറ്റുന്ന ഒരാളാണെന്ന് വിളിക്കുന്നവർക്കൊരു തോന്നലുണ്ട്. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വളരെ ആവേശത്തോടെ 2 സഭക്കാരെ ഞാൻ വെല്ലുവിളിച്ചു. ദുരുപദേശക്കാരായ 2 പേരെ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ടാണ് ഞാനന്ന് വെല്ലുവിളികൾ നടത്തിയത്. 2 പ്രാവശ്യം അന്തസ്സായിട്ട് തോൽപ്പിച്ചു.
നിങ്ങൾ വിചാരിക്കും ഞാൻ അവരെയാണെന്ന്. അല്ല, അവർ എന്നെയാണ് തോൽപ്പിച്ചത്. 2 പ്രാവശ്യം ഞാൻ തോറ്റു. അപ്പോൾ അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ സംവാദങ്ങൾക്കൊന്നും ഞാൻ തലയിടാനുള്ള ഒരു അറിവും പ്രാപ്തിയൊന്നും എനിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ പോയിട്ടില്ല ഇന്ന് വരെ ഒരു സംവാദങ്ങൾ. എന്നാലും നമ്മുടെ വിശ്വാസം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഈ പ്രസംഗ വിഷയത്തിലേക്ക് കടക്കും മുൻപ് ആളുകൾ ചോദിക്കും, അല്ല സഭ മഹാപീഡനത്തിൽ കൂടി പോകുമോ ഇല്ലയോ? ചില ആളുകളുടെ ചോദ്യമാണ്. അപ്പോൾ ഞാൻ ഈ പ്രസംഗത്തിലൊക്കെ ഒരു ഇച്ചിരി തമാശയോ ഫലിതൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ എൻ്റെ സ്വതസിദ്ധമായ ശൈലി അതായതുകൊണ്ട് ഞാനത് എടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, ഈ മഹാപീഡനത്തിൽ കൂടി സഭ കടന്നു പോകുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച് സമയം കളയുന്നതിനേക്കാൾ അങ്ങനെ ചിന്തിക്കണം. പക്ഷേ അതിനേക്കാൾ നല്ലത് കർത്താവ് വന്നാൽ നമ്മൾ കടന്നു പോകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് ഞാൻ, മറ്റത് നല്ലതാണ് പക്ഷെ കുറച്ചും കൂടെ നല്ലതാണെന്ന് പറയാറുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഞാൻ പഠിച്ച ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിലെ ഇവിടുത്തെ ഷിജുവിനൊക്കെ അറിയാവുന്ന, ഞങ്ങളൊക്കെ പണ്ട് ആ സഭയുടെ ഒരു ഭാഗമായിരുന്നു. ഞാൻ അവിടുത്തെ അധ്യാപകനായി ദീർഘമായ വർഷങ്ങൾ ദൈവശാസ്ത്രം, തിയോളജിയുടെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. വളരെ വർഷങ്ങൾക്ക് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രബന്ധത്തിൻ്റെ പേര് ഇതായിരുന്നു, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ പ്രബന്ധം അവതരിപ്പിച്ചത്. 28 പുസ്തകങ്ങളൊക്കെ വായിച്ചു പഠിച്ച് ഊണും ഉറക്കവുമില്ലാതെ ഞാൻ ആ പ്രബന്ധം അവതരിപ്പിച്ചു. ഒരു 11 മണിയായപ്പോൾ പ്രബന്ധം വായിച്ചു തീർന്നു. വേഗത്തിലാണ് ചോദ്യങ്ങൾ വന്നത്. ഉച്ചവരെ ഞാൻ മറുപടികൾ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ഒരുവിധം ജയിച്ചു എന്ന ചിന്തയിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, കുറച്ച് കനമായിട്ട് കഴിച്ചോളൂ, ഉച്ച കഴിഞ്ഞ് സ്കട്ട് മിസൈൽ പോലത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാനേ പോയില്ല. ലൈബ്രറിയിൽ പോയി കുറച്ചും കൂടെ പുസ്തകങ്ങൾ അരച്ച് വായിക്കാമെന്നൊക്കെ വായിച്ച് ചെന്ന് നിന്നു. ഉച്ച കഴിഞ്ഞ് വീണ്ടും സംവാദം തുടങ്ങി. 3:30 ആയപ്പോൾ എല്ലാം അവസാനിച്ചു. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു, ജോൺ ഫിലിപ്പോസ് സാർ പറഞ്ഞു, ജോയി പാറയ്ക്കൽ വളരെ മനോഹരമായ നിലയിൽ സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോവുകയില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അന്നും ഇന്നും, ഇന്ന് വരെ. നാളത്തെ കാര്യം അറിഞ്ഞുകൂടെ. അത് തെളിയിച്ചിരിക്കുന്നു. എല്ലാവരും കൂടെ കൈയടിച്ചു, എന്നെ സ്റ്റേജിലിട്ട് വിളിച്ചു. അന്ന് 1650 രൂപ വില വരുന്ന ഒരു ബൈബിൾ, കിങ് ജെയിംസ് വേർഷൻ്റെ ഒരു ബൈബിൾ എനിക്ക് സമ്മാനമായിട്ട് തരാൻ എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സ്റ്റേജിൽ ചെന്ന് ഇത് വാങ്ങുന്ന സമയത്ത് ഒരു ചെറിയാനപ്പച്ചൻ മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും പിറകിലിരിക്കുന്ന അദ്ദേഹം എന്നോട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ജോയി പാറയ്ക്കൽ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പൊക്കോളൂ, അതൊക്കെ വെറുതെ കിട്ടുന്ന മേടിച്ചിട്ടൊക്കെ. പക്ഷേ ജോയി പാറയ്ക്കലല്ല, ലോകത്തിൽ ആര് പറഞ്ഞാലും സഭ മഹാപീഠത്തിൽ കൂടി കടന്ന് പോകും, പോയേ പറ്റൂ എന്ന് പറഞ്ഞു. വീണ്ടും തർക്കമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്യാവശ്യം 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം പറഞ്ഞു. പുള്ളിക്ക് തൃപ്തികരമായില്ല. ഒടുവിൽ ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രിൻസിപ്പൽ എഴുന്നേറ്റു. കുണ്ടറക്കാരനാണ്, പൊക്കം കുറച്ചുള്ള മനുഷ്യൻ, പക്ഷേ കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജോയി പാറയ്ക്കലിൻ്റെയും ചെറിയാൻ അപ്പച്ചൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇവർ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകണം. ആളുകളാണെങ്കിൽ ബൈബിളിൻ്റെ സിബ് ഇട്ട് തുടങ്ങി. അതൊരു സിഗ്നലാണ്. പണ്ടൊക്കെ വാച്ച് കിട്ടിയ കൈകൊണ്ട് അല്ലേലിയ അല്ലേലിയ എന്ന് പറയും. അപ്പോൾ മനസ്സിലാക്കണം, മടുത്തു, നിർത്തിക്കൊന്നാണ്. ഇപ്പം അങ്ങനല്ല, ബൈബിൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സിബിട്ട് കാണിക്കും എന്ന് പറഞ്ഞാൽ മതി പ്രസംഗിച്ചത്, ഞങ്ങൾക്ക് പോകാൻ. അതാണ്. അപ്പോൾ ഓരോരോ കാലത്ത് ഓരോരോ മാർക്കുകളാണ്. അപ്പോൾ ആളുകൾ സിബിട്ട് തുടങ്ങി. അതുകൊണ്ട് ഇനി സമയം ഒക്കെ പിരിഞ്ഞു പോകണം. ഞാൻ നിങ്ങളെ ഒരു കോംപ്രമൈസിൽ എത്തിക്കട്ടെ എന്നോട് ചോദിച്ചു. അപ്പോൾ എന്നെ തിയോളജി പഠിപ്പിച്ച അധ്യാപകനാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ. ചെറിയ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എന്തോ പറയുന്നു? ശരി, ഞാൻ സാറ് സമ്മതിക്കാം. ഞാനൊരു ഫോർമുലയ്ക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ഈ 2 പേരിങ്ങനെ, ഒരാൾക്ക് മഹാപീഡന കാലത്തിന് മുമ്പ് പോകണം, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യും. ജോയി പാറയ്ക്കൽ മഹാപീഡന കാലത്തിന് മുൻപ് പോട്ടെ, അപ്പച്ചൻ അത് കഴിഞ്ഞ് വന്നാൽ മതി. പ്രൗഢഗംഭീരമായ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്ന സദസ്സിന് ഭയങ്കര കൂട്ടച്ചിരിയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, അത് ഞാൻ പോണ ജോയി പാറയ്ക്കൽ എപ്പോഴേലും പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. അതങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു.
ഞാനിപ്പോൾ ഈ സംവാദങ്ങളൊക്കെ ഇങ്ങനെ കയറി മുറുകിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത്, അതെ അച്ഛാൻ അത് കഴിഞ്ഞ് വന്നാൽ മതി. എന്നെ സംബന്ധിച്ച് ഈ കോവിഡ് വന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ നമുക്ക് വലിയ മല്ലാണ്. ഒറ്റ രോഗമേ ഒന്നുള്ളൂ, ഒരു രോഗമേ ഉള്ളൂ. അത് തന്നെ 1.5 വർഷമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് 3.5 കൊല്ലത്തിനിടയിൽ 61 ബാധകളാണ് ലോകത്തിൽ വരാൻ പോകുന്ന മഹാവീരുടെ കാലഘട്ടത്തിൽ. എങ്ങനെ പിടിച്ചു വെക്കുന്ന നിങ്ങൾ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കുള്ള വിശ്വാസവും പോരാ. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ആഗ്രഹവും എൻ്റെ പഠനവും എൻ്റെ വിശ്വാസവും മഹാപീഡന കാലത്തിന് മുൻപ് യേശു വരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് വാശി പിടിക്കുന്നതോട് ഞാൻ പറയുന്നത്, നിങ്ങളത് കഴിഞ്ഞ് വന്നാൽ മതി. വരണം, വിധിയുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ മടക്കി കിട്ടുകയാണ്. ഈ ഭാഗത്തേക്ക് വരുന്നു 3 ചിന്തകൾ കോവിഡ് സമയത്ത് ചിന്തിക്കുവാൻ. ഈ പ്രസംഗത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ലോക്ക് ഡൗൺ എന്നാണ്. അപ്പം നമുക്കെല്ലാവർക്കും പരിചയമുണ്ടല്ലോ. രാജ്യത്തിൻ്റെ അതിർത്തികൾ അടച്ചിടുക, ജില്ലാ അതിർത്തികൾ അടച്ചിടുക, രാജ്യം അടച്ചിടുക. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുണ്ടലുള്ളവർ പറയുകയാണ്, നമ്മുടെ അടുത്ത തലമുറയോടൊക്കെ പറയുകയാണ്, ഈ കൊച്ചുകളോട് പറയുകയാണ്, മോനെ 2 കൊല്ലം ഇവിടെ കടകൾ തുറന്നില്ല. 2 കൊല്ലം ആരും ജോലിക്ക് പോയില്ല. 2 കൊല്ലം ആളുകൾ മുഖത്തൊരു തുണി കെട്ടിക്കൊണ്ട് കിടന്നു. ഇത് പറഞ്ഞാൽ നമ്മൾ വട്ടനാണെന്ന് പറയും. ആരെങ്കിലും വിശ്വസിക്കില്ല. കാരണം ഒരു ദിവസം പോലും അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റും. ഒരു ഹർത്താൽ ഉണ്ടായാൽ പ്രാകുന്ന ആളുകൾ അല്ലേ, ഒരു പണിമുടക്കുണ്ടായാൽ പ്രശ്നങ്ങൾ. അപ്പം ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ ദൈവം എനിക്ക് നിങ്ങൾക്കൊരു അവസരം തന്നു. ഈ അവസരത്തിലൂടെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട 3 ചിന്തകൾ ഇന്ന് രാത്രി പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കും. ലോക്ക്ഡൗൺ, അതിൽ നമ്മൾ തിരിച്ചറിയേണ്ട 3 കാര്യങ്ങൾ. എന്താണ് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട 3 കാര്യങ്ങൾ? 1, ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആദ്യം വായിക്കുന്നത് എൻ്റെ ജനമേ എന്നാണ് അല്ലേ. 20 എൻ്റെ ജനമേ വന്ന്, അടുത്ത വാക്ക് 2ാമത്തെ പോയിന്റ്, നിന്റെ അറകളിൽ. അപ്പോൾ ഒന്നാമത് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് എൻ്റെ ജനം. ദൈവജനത്തിനും എന്തുണ്ട്? ഈ ലോക്ക്ഡൗൺ പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് പെന്തിക്കോസ്തുകാരെ മാറ്റി നിർത്തിയ തിരിയൊന്നുമല്ല ലോക്ക്ഡൗൺ വരുന്നതാണോ? അതൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. ചില ആൾ ധരിച്ചു വെച്ചു ഇതെന്തോ നമുക്കിങ്ങനെ വരുന്നത്, നമ്മുടെ ദൈവം ശക്തനല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത്. അതുകൊണ്ട് എൻ്റെ ജനത്തിനും ഒരു ലോക്ക്ഡൗൺ ഉണ്ട് എന്നാദ്യം മനസ്സിലാക്കുക. ചില ആളുകളിൽ നമുക്ക് കഷ്ടപ്പാടില്ല, പ്രയാസങ്ങളിൽ, ലോകങ്ങളില്ല, ദുഃഖങ്ങളിലൊക്കെ പറയും. ഞാൻ അതിനൊന്നും അനുകൂലിക്കുന്ന ഒരാളല്ല. കാരണം കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ എന്തുണ്ട്? അപ്പോൾ ഇത് മാറണമെങ്കിൽ എവിടെ വിട്ടു പോകണം? ലോകം വിട്ടു പോകണം. അല്ലാതൊന്നും ഇതൊന്നും മാറത്തില്ല. ഇനി ആർക്കെങ്കിലും ഇല്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ചാകുന്നതിന് മുമ്പ് 5 കിലോ കഷ്ടത ഏതെങ്കിലുമൊക്കെ വകുപ്പിലൂടെ നിങ്ങൾക്ക് റേഷൻ വഴി ദൈവം തന്നിട്ടേ ഇവിടുന്ന് എടുക്കുകയുള്ളൂ. അത് ഉറപ്പാണ്. കാരണം സകലത്തിലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകരെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നെങ്കിൽ നമുക്കും ഈ വഴി തന്നെയാണ് ദൈവം വെച്ചിട്ടുള്ളത്. അനേക കഷ്ടങ്ങൾ കൂടെ കടന്നു വേണം ദൈവരാജ്യത്തിലെത്താൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഒരാളെയും കൈവിടാത്ത കർത്താവ് നിലവിളിച്ചെങ്കിൽ മരിക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലെങ്കിലും നീ പറയേണ്ടി വരും, എന്നെ ദൈവം കൈവിട്ടോ എന്ന്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യത. അതുകൊണ്ട് എൻ്റെ ജനം, ദൈവജനത്തിന് ലോക്ക്ഡൗൺ ദൈവം അനുവദിച്ചിരിക്കുന്നു. 1. 2, ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഉത്തരം. അറയിൽ കടക്കണം. അതിനാണ് ദൈവം ഇത് തന്നത്. 3ാമത്തെ ചിന്ത, ബീർബലിൻ്റെ വാക്കുകൾ പ്രസിദ്ധമാണ്. ഈ സമയവും കടന്നു പോകും. അപ്പോൾ ഈ 1.5 വർഷം കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് വരാൻ തുടങ്ങുകയാണ്. എങ്ങനെ വരണം? എങ്ങനെ പുറത്തു വരണം? എങ്ങനെ പുറത്തു വരണം? ഉത്തരം, അവൻ വാതിൽക്കൽ തന്നെയാണ്.
അതിലേക്ക് വന്ന് ഈ മെസ്സേജ് അവസാനിപ്പിക്കും. പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്കതാണ് എപ്പോഴും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നതാണ് ഇഷ്ടം. അപ്പം നമുക്ക് ഒന്നാമത്തെ ചിന്തയിലേക്ക് വരാം. എന്താണ് ഒന്നാമത്തെ ചിന്ത? എൻ്റെ ജനമേ, ദൈവജനത്തിനും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ലോക്ക്ഡൗൺ അനുവദിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ അറിവോടുകൂടി. എന്താ ഭാഷ എങ്ങനെ പറയാൻ കാര്യം? തൃശ്ശൂർ ജില്ലയിൽ ഒരാൾ വന്നപ്പോഴാണ് ഈ സാധനം, കൊറോണ എന്ന് പറഞ്ഞ സാധനം വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായത്. നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇറ്റലിയിൽ നിന്ന് 3 പേര് റാന്നിയിൽ കാലുകുത്തിയപ്പോഴാണ് ഇത് ഗൗരവം പിടികിട്ടിയതും റൂട്ട് മാപ്പൊക്കെ ആരംഭിച്ചത്. ഇപ്പം പിന്നെ റൂട്ട് മാപ്പിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ റൂട്ടിലും ഒരു മാപ്പും അർഹിക്കാത്ത വിധം ഈ സാധനം ഉള്ളതുകൊണ്ട് ഇനി ഇത് ഏതിലേ പോയി നിന്നും ഇപ്പം പറയേണ്ട കാര്യം ഇല്ല. ഇനി വരാത്ത വല്ല ഇടവഴി ഉണ്ടോയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനൊന്നുമില്ല. ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഈ സാധനം വന്നു പോയിട്ടുണ്ട്. എൻ്റെ 95% ആൾക്ക് വന്നു. എനിക്കിതുവരെ കൊറോണ വന്നിട്ടില്ല എന്നാണ് നിയമപരമായിട്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ 3 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം പൊറോട്ട ഇറച്ചി തിന്നിട്ട് പോലും എനിക്കിത് എന്നാന്ന് മനസ്സിലായില്ല. മണമില്ല. ഞാൻ ബിജുയോട് പറഞ്ഞു, എനിക്ക് പനിയുണ്ട്, ഇതാ. ബിജു പറഞ്ഞു ഒന്നുമില്ല. സ്പ്രേ അടിച്ചിങ്ങനെ ഉള്ളെങ്കിൽ അടിച്ചു വീട്ടിന് മണത്ത് വെക്കും. കുറേ ഗ്യാസ് അകത്തോട്ട് കയറി, ഒരു മണമില്ല. അങ്ങനെ 2-3 പ്രാവശ്യം. അങ്ങനെ ഞാൻ ഈ സമയത്ത് 13 ജില്ലയിൽ യാത്ര ചെയ്തു. ഈ കോവിഡ് സമയത്ത് 13 ജില്ലയിൽ യാത്ര ചെയ്തു. അപ്പോൾ പോകേണ്ടി വന്നത് കൊണ്ട് ചില മരണങ്ങളും കാര്യം ഉണ്ടാകുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ? കല്യാണങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കാണെങ്കിൽ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഈ കോവിഡ് സമയത്താണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഏറ്റവും അധികം വളർന്നത്. കേരളത്തിൽ 24 ചർച്ചായിരുന്നു, ഇപ്പോൾ 74 ചർച്ചായി. 50 ചർച്ച ഉണ്ടായത് ഈ കോവിഡ് സമയത്താണ്. അതെ. അപ്പോൾ മൊത്തത്തിൽ 40 ചർച്ച ഉണ്ടായിരുന്ന സ്ഥാനത്ത് 160 സഭയിലേക്ക് വളർന്നു ഞങ്ങൾ, ഇന്ത്യയിൽ മൊത്തം. അപ്പോൾ ഞങ്ങൾ ഈ കോവിഡ് സമയത്താണ് വളർന്നത്. ഒരു സഭയിൽ 108 പേരെ ഞാൻ സ്ഥാനപ്പെടുത്തി. ഒരൊറ്റ ചർച്ചിൽ 108 പേര്. ഇത് കഴിഞ്ഞ പ്രാവശ്യം 56 പേര് വീണ്ടും സ്ഥാനപ്പെട്ടു ആ സമയത്ത്. അപ്പോൾ കോവിഡ് സമയത്തും ദൈവത്തിനുള്ളതിനെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും വന്നു പോയിട്ടുണ്ട്. ഇത് വരാത്തൊരു സാധനമൊന്നുമല്ല. ഇതങ്ങനെ ചില ആളുകൾ ഇപ്പോൾ ഇത് എന്ത് വന്നാലും ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ വേദവസനത്ത് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഇയാൾ രക്ഷിക്കപ്പെടുള്ളൂ. വേറെ എന്തെല്ലാം കാര്യം കിടക്കണം. എന്നാലും ചോദിക്കണം, ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏതിനെക്കുറിച്ചാണ് പറയാത്തതെന്ന് ചോദിക്കും. വേദപുസ്തകത്തിൽ ഏതിനെക്കുറിച്ചാണ് പറയാത്തത്? മഹാമാരി എന്നൊരു പേരാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ, വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകങ്ങളൊന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ കഠിന വ്യാധി എന്നാണ് ഇതിൻ്റെ പേര്. ഫറവോൻ അയച്ച ബാധകളിലൊന്നാണ് കഠിന വ്യാധി. വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ മഹാവ്യാധി എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇത് രണ്ടും കൊണ്ട് തൃപ്തിയാവില്ല ആളുകൾ. കാരണം പോരാ, മഹാമാരി തന്നെ വേണം എന്നുണ്ടെങ്കിൽ മധ്യപുസ്തകത്തിലേക്ക് വരിക. സങ്കീർത്തനം, അവിടെ ഉണ്ട് ഈ സാധനം ഇല്ലേ? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് മഹാമാരി അല്ലേ വേണ്ടു? ഇവിടെ അഡ്രസ്സ് വരെയുണ്ട്. അഡ്രസ്സ് ഏതാ? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന. 1.5 കൊല്ലമായി ആളുകൾ നോക്കണം ഇവൻ ഏതിലൂടെ വന്നേന്ന്. ചെല്ല് പറഞ്ഞു ടി വിയിൽ കൂടെ വരുന്നത്, ചെല്ല് പറഞ്ഞു മൊബൈൽ കൂടെ വരുന്നത്. അതങ്ങനെ വന്നിട്ടെങ്കിൽ കുറേ സമാധാനമായാൻ എന്തായാലും. പിന്നെ ചില പറഞ്ഞു ന്യൂസ് പേപ്പറിൽ കൂടെ. കുറച്ച് പേര് പേപ്പറൊക്കെ നിർത്തി, കുറേ നാൾ പേപ്പർ നിർത്തി, അതിലൂടെ വരുന്നത്. ചില പറഞ്ഞു വെയിലത്ത് തുണിയിട്ട് കഴിഞ്ഞാൽ 6 മണിക്കൂറിനും ചത്തുപോകും. 1.5 കൊല്ലമായി ഈ സാധനം ഏതിലെയാണ് വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിനല്ലാതെ ഇവൻ്റെ അഡ്രസ്സ് പറയാൻ വേറെ ഏത് പുസ്തകമുണ്ട് ലോകത്തിൽ? വേറെ ഏത് പുസ്തകമുണ്ട്? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന. 1.5 കൊല്ലം കൊണ്ട് നമ്മൾ കോടികൾ മുടക്കിയിട്ടാണ് അതിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചത് ഇല്ലേ? കോവിഷീൽഡുമായിട്ട് UK വന്നു, കോവാക്സിനുമായിട്ട് ഇന്ത്യ വന്നു, സ്പുട്നിക്കുമായിട്ട് റഷ്യ വന്നു. നമ്മൾ ഈ 1.5 കൊല്ലം കൊണ്ട് കോടികൾ മുടക്കി ഇതിൻ്റെ വൈറസിനെ ഞങ്ങൾ മരുന്നുമായിട്ട് വന്നപ്പം ഇവൻ ആരാ മോൻ? ആര്? കൊറോണ. ഒറ്റ നിമിഷം കൊണ്ട് ജനിതക രൂപഭാവ വ്യത്യാസം വരുത്തി ഇവന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ 1168 വകഭേദങ്ങളാണ് കൊറോണയ്ക്ക് എന്ന് പറഞ്ഞാൽ. 1168 കൊറോണ ഉണ്ടെന്ന. കേരളത്തിൽ 13 സൈസാണ്. ഒരെണ്ണം കൂടെ ഉണ്ടായാൽ ഓരോ ജില്ലയ്ക്ക് ഓരോന്ന് കൊടുക്കാം.
അപ്പം നമ്മൾ 1.5 കൊല്ലം കൊണ്ട് മരുന്ന് കണ്ടുപിടിച്ച് വന്നപ്പോഴേക്ക് ഇവൻ ഇത്രയും ടൈപ്പിലാണ് ഇപ്പം എവിടെ പോയിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് ഈ പറയുന്നത്? അപ്പം ഇത് തുടങ്ങിയോടുകൂടെ നമ്മൾ പ്രാർത്ഥനകൾ ആരംഭിച്ചു, ഇല്ലേ പാസ്റ്റേ? എന്തുമോ എൻ്റെ പൊന്നെ, വെളുപ്പിന് എൻ്റെ വീട്ടിലൊക്കെ 3:45 ഒരു പ്രാർത്ഥനയുണ്ട്. 4 മണിക്ക് തുടങ്ങും, 5 മണി വരെ. സഹോദരിമാരുടെയാണ്. അപ്പോൾ 3:45 മരണവല്ല അടിക്കുന്ന പോലൊരു കോള് വരിക പ്രാർത്ഥനയ്ക്ക്. ഭാര്യ എഴുന്നേറ്റ് പോവുക. 4 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന. പിന്നെ എനിക്കും രാത്രി ഒരു 10-10:30 ഇതുവരെ പോകാത്ത രാജ്യങ്ങളൊക്കെ പോയി ഞാൻ. ജർമ്മനി, ഓസ്ട്രേലിയ എല്ലാം പോയി. കാരണം 10 പൈസ അവർക്കും മുടക്കില്ല, എനിക്കും മുടക്കില്ല. ചെലവില്ലാത്ത യാഗങ്ങൾ. രാത്രി 2 മണിയൊക്കെ ഇരുന്നാണ് പ്രസംഗിക്കുന്നത്. അതിന് ഓരോ രാജ്യത്ത് ഓരോ സമയമാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാധനം വേദപുസ്തകത്തിലില്ലാത്ത സാധനമാണോ? കൊറോണ. കൊറോ എന്നൊരു പദമുണ്ട്. എവിടാ? ഈ ഇസ്രായേലിലെ യഹൂദന്മാർ വീടുകളിൽ വായിക്കുന്നത് കയ്യെഴുത്ത് പ്രതിയാണ്. വീടുകളിൽ, ആലയത്തിനകത്താണ് അത് ഒറിജിനൽ പ്രതി. അത് കൊമാഷ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അവിടെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രക്തത്തോടുകൂടി നിങ്ങൾ മാംസം തിന്നരുത്, പച്ചയായിട്ട് നിങ്ങൾ മാംസം തിന്നരുത്. അവിടെ തിന്നരുത് എന്ന പദത്തിന് കൊറോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പാടില്ല എന്നാണ്. ഇനി അത് കഴിച്ചാലോ, അതിന് എതിരായിട്ട് നമ്മൾ ചെയ്താലോ? അപ്പോൾ ദൈവം ആ പദവും തിരിച്ചിടും, എതിരായിട്ട് ചെയ്യും. കാരണം ന്യായപ്രമാണ കാലത്ത് എഴുതിയ പുസ്തകമാണല്ലോ, കണ്ണിന് പകരം കണ്ണ. അപ്പം നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന. എങ്ങനെയാണ്? ലേവ്യ 26-ൽ. അപ്പോൾ തിന്നരുത്, പച്ചയായിട്ടോ രക്തത്തോടെ മാംസം തിന്നരുത് എന്ന് പറഞ്ഞാൽ തിന്നരുത്. അപ്പം തിന്നാലോ ദൈവം തിരിച്ചിടും. കൊറോ തിരിച്ചിടും. എന്തായി? കൊറോണ. എവിടാ ഇത് തിന്നുന്നത്? കുണ്ടറക്കാരാണോ തിന്നണേ? പച്ചയായിട്ട് മാംസം തിന്നുന്നതും രക്തത്തോടും അല്ല. അങ്ങ് എവിടെ വുഹാൻ സിറ്റി. അവരിതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഇത് തിന്നുന്നേ. ഇവിടെ മാറി നിന്നോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെയൊക്കെ പിടിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ തുടങ്ങിയത്. അപ്പം ദൈവം എത്ര കൃത്യമാണെന്ന് നോക്കിക്കേ. ദൈവത്തെപ്പോലെ സാമൂഹിക പരിഷ്കർത്താവ് ലോകത്തിലാരാ ഉള്ളത്? പരിസ്ഥിതി സംരക്ഷകൻ ലോകത്തിലാരാ ഉള്ളത്? എല്ലാ കാലത്തും മനസ്സിലാക്കുക, അരുതായ്മകൾ ലംഘിച്ചാൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഉറപ്പാണ്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്. അന്നാ തിന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നാൽ അതിൻ്റെ ഫലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് ഇതൊക്കെ ലോകത്തിൽ അങ്ങനെ തന്നെ വചനപ്രകാരം തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടും ഈ സാധനത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇവിടെയുണ്ടോ? എനിക്ക് മനസ്സിലാകത്തുണ്ട്. ചോദിക്കുക എന്താ കാര്യം? ഇതൊക്കെ ഒരു പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ബൈബിളിൽ ഈ ലോക്ക്ഡൗണിനെ കുറിച്ചുണ്ടോ? ഉണ്ടോന്നോ? അതേ ഉള്ളു. നമ്മൾ പിന്നെ ഇതൊക്കെ വരുമ്പോഴാണ് ആ ഭാഗത്തോട്ടൊക്കെ തിരിയുന്നത്. നമുക്ക് നോക്കാം. 1 ദിവസത്തെ ലോക്ക്ഡൗൺ, 3 ദിവസത്തെ ലോക്ക്ഡൗൺ, പിന്നെ ആഴ്ചകളും മാസങ്ങളും നീണ്ട ലോക്ക്ഡൗൺ, 1 വർഷം 17 ദിവസം നീണ്ട ലോക്ക്ഡൗൺ, 70 സംവത്സരം നീണ്ട ലോക്ക്ഡൗൺ, 430 വർഷം നീണ്ട ലോക്ക്ഡൗൺ. ഇതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്, ഇതിനകത്തുണ്ട്. അല്ലാതെ ഇത് നമ്മളിപ്പം കണ്ട മുഖംമൂടിയൊക്കെ ഉണ്ട്. ഈ ആളുകൾ ഇതൊന്നും വെച്ചുകൊണ്ട് ഇതെന്ത് സാധനമാണ്? അത് ഇതിനകത്ത് എത്രയോ കാലം വരുന്നു. മെതിക്കുന്ന കാളയ്ക്ക് എന്ത് കെട്ടരുത്? ആ സാധനത്തിൻ്റെ പേരാണ് മാസ്ക്. നമ്മൾ വലിയ കാര്യമായിട്ട് മാസ്ക് എന്നൊക്കെ പറഞ്ഞ് മുഖക്കൊട്ടാന്നാണ് അതിൻ്റെ തനി മലയാളം. മുഖക്കൊട്ടാന്നല്ല എൻ്റെ പേര്. ഇപ്പം നിങ്ങൾക്ക് പാസ്റ്റർ എന്നാ മുഖക്കൊട്ടയുടെ അതിനും വചനമുണ്ട്. മെതിക്കുന്ന ഞാനിപ്പം മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കെട്ടേണ്ട കാര്യം ഇല്ല. എത്ര മനോഹരമായിട്ടാണ് ബൈബിളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുക, ഇണയില്ലാത്ത ഒന്നും കാണുകയില്ല. ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ പുസ്തകത്തിന് തിരുത്തലുണ്ടോ? തിരുത്തേണ്ട കാര്യമില്ല. അപ്പം ഈ ലോക്ക്ഡൗണുകൾ ബൈബിൾ, എൻ്റെ വിഷയം കൊറോണയല്ല, COVID-19 ഇതൊന്നുമല്ല. പിന്നെ എന്താണെന്നറിയാമോ? ഈ കോവിഡ് സമയത്തും ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങൾ, നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങ് ടെൻഷൻ അടിക്കാതെ, നമുക്ക് 5 പിള്ളേരുണ്ടെങ്കിലും
അതുങ്ങൾ ദൈവം നടത്തിയാ പോരെ? പോരെ? എന്തെല്ലാം പഠിച്ചു നമ്മൾ. സഹോദര, ഈ ഞായറാഴ്ച മാത്രം ആരാധിക്ക് വരുന്നത്. ഈ ഇടദിവസം കൂടെ യോത്തിന് പറഞ്ഞു കേട്ടോ, എൻ്റെ പാസ്റ്റേ ഞായറാഴ്ചയും കൂടെ ജോലിക്ക് പോയാലോ എന്നിരുന്ന് ഞാനിരിക്കുകയാണ്. കാരണം രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്. ഞാൻ പിന്നെ പാഷ വല്ലതും പറയൂലോ എന്നിരുന്ന് ഞായറാഴ്ച. പാഷ കാര്യങ്ങൾ നടക്കണില്ല പാഷേ, പണിക്ക് പോകണം, നടക്കില്ല പാഷേ. സത്യം. ഈ 1.5 കൊല്ലമായിട്ട് പണിക്ക് പോയോ? അല്ലേ പോയോ? ഇല്ല. കാര്യങ്ങൾ നടന്നോ? നടന്നു. അതാ ഞങ്ങൾ പറഞ്ഞത് ദൈവം നടത്തും. ഇപ്പം മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ? ദൈവം നടത്തുന്നു. ഈ ദൈവം എങ്ങനെയാ ദൈവം നടത്തണേ? എങ്ങനെയാ ദൈവം നടത്തണേ? മനസ്സിലായോ? ചില ഇനി അപ്പോൾ വിശ്വാസികൾ പഠിച്ചു ദൈവം എങ്ങനെ നടത്തുന്നത്, പാഷന്മാരും പഠിച്ചു ദൈവം എങ്ങനെ നടത്തണേ. പള്ളി തുറന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും പാസ്റ്റേ? പള്ളി ആകപ്പാടെ ഈ വിശ്വാസികൾ തരുന്നത് സ്വത്രക്കാച്ചുകൊണ്ടാണ്. നമ്മൾ പള്ളി അങ്ങ് അടച്ചിട്ട് പള്ളിയിലിപ്പോൾ തുറന്നിട്ട് പോലും പള്ളിയിൽ വരാൻ പറഞ്ഞ് വരുമോ? വരില്ല. പള്ളി അടച്ചിട്ടു. സ്വത്രക്കാഴ്ച ഉണ്ടോ ഇനി? ഇല്ല. പണ്ടൊരു വാസ പറഞ്ഞു, ഇന്നത്തെ ആരാധന കണ്ടപ്പോൾ എനിക്ക് എല്ലാ ദിവസങ്ങളും ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. ഒരു പയ്യൻ പറഞ്ഞു സ്വത്രക്കാഴ്ച എണ്ണാനായിരിക്കും, കാരണം എല്ലാ ഞായറാഴ്ച സ്വത്രക്കാഴ്ച ഉണ്ടല്ലോ. അവനത്രേ ചിന്തയുള്ളൂ. അപ്പം പാഷന്മാർക്ക് മനസ്സിലായി, ഈ പള്ളി അടച്ചിട്ടാലും സ്തോത്രക്കാഴ്ച ഇട്ടില്ലെങ്കിലും നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ദൈവം നടത്തും. പാസ്റ്റർ തലയെ കൈവച്ചാലും കൈവച്ചില്ലേലും നിങ്ങളെയും ദൈവം നടത്തും. അപ്പം ദൈവം എങ്ങനെ നടത്തുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം മനസ്സിലായി എങ്ങനെയാ നടത്തുന്നതെന്ന്. അതാ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അടുത്ത ഈ ലോക്ക്ഡൗൺ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ദിവസത്തെ ലോക്ക്ഡൗൺ. ഏതാ അത്? പെസഹ എന്നാണ് അതിൻ്റെ പേര്. പാസ് ഓവർ. പുറപ്പാട് 12 അവിടെ നമ്മൾ വായിക്കുന്നത്. എടുക്കണ്ട. 10-ാം തീയതി ആടിനെ പിടിച്ചു, 14-ാം തീയതി സന്ധ്യാസമയത്ത് തന്നെ അറുത്തു. അപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായോ? അർദ്ധരാത്രിയിലാണ് അവരിത് കഴിക്കുന്നത്. കയ്യിൽ വടി പിടിക്കണം, നടുക്കെട്ട് കിട്ടണം, കാലിൽ ചുരുപ്പിട്ട് ഇങ്ങനെ ഇവർ കഴിക്കുകയാണ്. അപ്പം സംഭവിച്ച കാര്യം അറിയാമോ? തിടുക്കത്തോടുകൂടെ നിങ്ങൾ തിന്നണം. അത്രയും നിങ്ങൾക്കറിയാം. അവിടെ നിൽക്കട്ടെ, എൻ്റെ ചിന്ത അവിടെ അല്ല. ഊളിയിട്ട് ഇടവഴിയിലൂടെ പോവുകയാണ്. 70 കുടുംബങ്ങളായിട്ടാണ് മിസ്രൈമിൽ ചെന്നത്. 70 കുടുംബങ്ങൾ. തിരിച്ചു പോരാൻ നേരത്തെ 2.5 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി എന്ന കണക്കെടുത്താൽ അന്ന് രാത്രിയിൽ കുരൽ അറുക്കപ്പെട്ടത് 2.5 ലക്ഷം കുഞ്ഞാടുകളുടെയാണ്. തൊഴുത്തുകൾക്കിടയിൽ നിന്ന് 2.5 ലക്ഷം കുഞ്ഞാടുകളുടെ നിണം, ചോര എങ്ങനെ ഒഴുകി വരികയാണ്. ഇനി അപ്പുറത്തറക്കപ്പെട്ട കുട്ടികളുടെ എണ്ണം വല്ല പിടുത്തമുണ്ടോ? ഇല്ല. ആദ്യജാതന്മാരുടെ ശിരസ് മറുക്കപ്പെട്ടു അന്ന് രാത്രി. അത് കുടിൽ മുതൽ കൊട്ടാരം വരെ എത്രയാണെന്ന് ഒരു പിടുത്തമില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 5.5 ലിറ്റർ രക്തമാണ്. കുതിരയ്ക്കാകുമ്പോൾ 50. ഒരു കുഞ്ഞാടിന് മിനിമം 3.5-4 ലിറ്റർ രക്തം. സകല വീടുകളിൽ നിന്നും യഹൂദന്റെ 2.5 ലക്ഷം കുടുംബത്തിൽ നിന്ന് 2.5 ലക്ഷം കുഞ്ഞാടുകൾ അറക്കപ്പെട്ടു. രക്തമൊഴുകി വരികയാണ് കുണ്ടറയിലേക്ക്. കണക്കൂട്ട്. അപ്പോൾ ആദ്യജാതന്മാരുടെ കുടുംബത്തിൽ അവിടെ കുഞ്ഞുങ്ങൾ അറക്കപ്പെട്ടു. ആ രക്തം രണ്ടും കൂടെ ചേർന്നപ്പം കുണ്ടറയെ മുക്കിക്കളയത്തക്ക നിലയിൽ കൂലം കുത്തി ഒഴുകുന്ന ഉരുൾപൊട്ടൽ പോലെ ഒരു രക്തം നദി അങ്ങോട്ട് ഒഴുകി മിസ്രൈമിൽ കൂടെ. കരയാത്ത ഒരൊറ്റ വീടും അവിടെയില്ല. യഹൂദൻ്റെ വീട്ടിൽ മൃഗങ്ങൾ കരയുന്നു. യഹൂദനല്ലാത്തവൻ്റെ വീട്ടിൽ ആദ്യജാതന്മാർ മരിച്ച സങ്കടം. പക്ഷേ അന്ന് രാത്രിയിൽ ഒരൊറ്റ യഹൂദ കുടുംബത്തിൽ ഉറയിൽ കിടന്ന വാൾ ദൂതൻ ഊരിയില്ല. ഒരൊറ്റ കീടും അവിടെ വന്നതുമില്ല. നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തുകൊണ്ട്? ഉത്തരം നടുക്കെട്ട് കിട്ടിയത് കൊണ്ടല്ല. ആണോ? അല്ല. കയ്യിൽ വടി പിടിച്ചത് കൊണ്ടാണോ? അല്ല. കാല് ചെരുപ്പിട്ടത് കൊണ്ടാണോ? അല്ല. എന്തായിരുന്നു ഉത്തരം? കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടി. ആ ഒറ്റ കാരണം കൊണ്ടാണ് സംഹാരദൂതൻ അവിടെ തൊടാതിരുന്നത്. 1.5 വർഷം കൊണ്ട് രോഗികളുടെ എണ്ണം കോടികളിൽ നിന്ന് കോടികളാണ്. മരിച്ചവരുടെ എണ്ണം ലക്ഷങ്ങളിൽ നിന്ന് ലക്ഷങ്ങളാണ്. ഞങ്ങളുടെ 69 വയസ്സ് പ്രായമുള്ള പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച മരിച്ചത് 52 വയസ്സ്.
ഞങ്ങൾക്ക് സങ്കടം വന്നത് മഹാരാഷ്ട്രയിൽ പാസ്റ്റർ 34 വയസ്സുള്ള ദൈവദാസൻ മരണപ്പെട്ടു പോയത്. കർണാടകത്തിൽ ചന്ദ്രു പാസ്റ്റർ 50 വയസ്സ്. ഈ മരിച്ച പല്ലേക്കാൾ എനിക്ക് പ്രായം കൂടുതലുണ്ട്. അപ്പം നിങ്ങളുടെ പ്രായത്തിൽ കുറഞ്ഞവർ മരിച്ചില്ലേ? മരിച്ചു. നിങ്ങളുടെ പ്രായത്തിൽ കൂടിയവർ മരിച്ചില്ലേ? മരിച്ചു. ആലയത്തിൽ തൊട്ട് മുൻപിൽ ഇരുന്നവർ പോയില്ലേ? പോയി. പിറകിലോട്ട് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നവർ പോയില്ലേ? പോയി. ഇന്ന് രാത്രിയിൽ നിങ്ങളെന്താ പോകാത്തത്? നമ്മൾ പറയും കയ്യിൽ ഒന്നുമല്ല, അത് അണക്കെട്ടും വെടിക്കെട്ടും ഒന്നുമല്ല. ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നു മാസ്ക് ഇട്ടത് കൊണ്ടാണ് മരിക്കാത്തത്. സാനിറ്റൈസർ ചുമ്മാ കിട്ടുന്ന എവിടെ ചെന്നാലും ചുമ്മാ പെരട്ടുക ആളുകൾ. എൻ്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം ജനുവരി 10. 50 പേരെ വിളിക്കാവുള്ളൂ. 10-100 പേര് വന്നു. 7 ലിറ്ററിൻ്റെ സാനിറ്റൈസറിൻ്റെ കുപ്പി നിരത്തി വെച്ചത്. സാധാരണ കല്യാണം കഴിയുമ്പോൾ ഈ പേന, പേഴ്സ്, കൊട, വടി ഒക്കെ കാണാതെ പോകാറുണ്ട് പണ്ട്. ഈ പ്രാവശ്യം നിരത്തി വെച്ച ഒറ്റ കുപ്പി കാണാനില്ല. പരിപാടി കഴിഞ്ഞപ്പോൾ ഒക്കെ നമ്മുടെ ആളുകളൊക്കെ തന്നെ വന്നേ ഒക്കെ എടുത്തുകൊണ്ട് പോയി. 7 ലിറ്ററിൻ്റെ സാനിറ്റൈസറിൻ്റെ കുപ്പി കാണും. അവൻ്റെ എടുത്തോണ്ട വിചാരം ഇത് തേച്ച് കുടിച്ചാൽ മാറുമെന്നും പറഞ്ഞ് അവൻ നടക്കുന്നത്. ഞാനിതിന് എതിരൊന്നുമില്ല, എതിരാവാൻ പാടില്ല. സർക്കാർ പറഞ്ഞ കാര്യമാണ് മാസ്ക് ഇട്ടോളണം. സർക്കാർ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ സാനിറ്റൈസർ പുരട്ടണം, സാമൂഹിക അകലം നിൽക്കണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടല്ല ഞാൻ മരിക്കാത്തത്. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട കുറേ ആളുകളുണ്ടല്ലോ. അതിനപ്പുറത്തൊരു സാധനമുണ്ട്, PPE കിറ്റ്. ആരാ? ആശുപത്രിയിലെ പിള്ളേർ, നേഴ്സ് പിള്ളേർ. ഈ കോവിഡ് സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ ഇത് പിന്നെ അടിച്ചാൽ വേറെ ഇടണം. അത്ര ത്യാഗോജ്വലമായ ഒരു ശുശ്രൂഷയാണ് ഇവിടുത്തെ ആതുര സേവന രംഗത്ത് ഡോക്ടർമാർ, നേഴ്സുമാരും കാഴ്ചവെച്ചത്. ഒപ്പം നമ്മുടെ സർക്കാർ ജോലിക്കാരും പോലീസുകാരും അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഇല്ലേ? അപ്പോൾ അവരിൽ എത്രയോ ഡോക്ടർമാർ മരിച്ചു, ഇല്ലേ? അപ്പം ഇതുകൊണ്ടാണോ രക്ഷപ്പെട്ടത്? അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ രക്ഷിച്ചത് മാസ്ക് അല്ല. 10 രൂപയുടെ ആൽപ്പാമര സോപ്പ് 40 പ്രാവശ്യം തേച്ച് കുളിച്ചാലത് നമ്മൾ വിടുവിക്കപ്പെടുകയില്ല. സാനിറ്റൈസറിൽ ഒന്നും രക്ഷപ്പെടുകയില്ല. നാം രക്ഷപ്പെട്ടത് സാമൂഹിക അകലം പാലിച്ചിട്ടുമല്ല. ഇന്ന് രാത്രിയിൽ 10 ലക്ഷം വാട്സിന്റെ സൗണ്ടിൽ ഞാൻ വിശ്വാസനെ വിളിച്ചു പറയുന്നു, കുഞ്ഞാടിന്റെ രക്തം എന്റെ പ്രാണനും എന്റെ ജീവനും രക്ഷയായിരുന്നില്ലെങ്കിൽ ഞാൻ പണ്ടേ മൗനവാസം ചെയ്യുമായിരുന്നു. അംഗീകരിക്കുന്നവർ കരമടിച്ചോ? ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കണം. നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അത്യുന്നതൻ്റെ അമേരിക്കൻ പട്ടാളക്കാരാണ്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പട്ടാളക്കാരാണ് ഇൻ്റലിജൻസ് ആയിട്ടുള്ള ആളുകൾ. ഉത്സുകരാണ് റഷ്യൻ പട്ടാളക്കാർ. ഇന്ത്യൻ, ചൈനയും അംഗബലം കൂടുതൽ. ഇതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ മനസ്സിലാക്കൂ, അമേരിക്കൻ പടയാളികൾ കണ്ടുപിടിച്ച സാധനമാണ് ബങ്കറുകൾ. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ ബങ്കറിനകത്ത് ഇരുന്നിട്ടും കയ്യോടെ പിടികൂടി അവനെ പരസ്യമായി തിക്രത്തിൻ്റെ അരമനെന്ന് പിടിച്ചെടുത്ത് പരസ്യമായി തൂക്കിക്കൊന്നു, ഇല്ലേ? റഷ്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കോക്കസ് എന്ന് പറയുന്ന പാറക്കെട്ടുകൾ. രണ്ടും പോട്ടെ. ഇന്ത്യൻ പടയാളികൾ മറയുന്ന സ്ഥലം എവിടെ? കാർഗിൽ മലനിരകൾ. നമുക്കറിയാവുന്ന കാര്യം. ലോകത്തിലെ പ്രബല സൈനിക ശക്തിയായ അമേരിക്കൻ പടയാളികൾക്ക് മറയാൻ ബങ്കറുകൾ, റഷ്യൻ പടയാളിക്ക് മറയാൻ കോക്കസ് പാറ, ഇന്ത്യൻ പടയാളിക്ക് മറയാൻ കാർഗിൽ മലനിരകൾ. വേദപുസ്തകം എടുത്തുകൊണ്ട് സ്വത്രം പറഞ്ഞു നടക്കുന്ന നമുക്ക് എവിടാ മറയാനൊരു സ്ഥലം? എവിടാ മറയാനൊരു സ്ഥലം? തർക്കമില്ല. അത്യുന്നതന്റെ മറവ്, സർവശക്തന്റെ നിഴൽ, അവന്റെ ചിറകിന്റെ കീഴിലുള്ള ശരണം മതി. ഇവിടുത്തെ ബങ്കറുകളെക്കാൾ AK-47 സ്കഡ് മിസൈലിനേക്കാൾ
പേട്രിയറ്റിനേക്കാൾ എൻ്റെ നെഞ്ചിനകത്ത് നേരെ വരുന്ന സർവ്വായുധ വർഗത്തെ തടുക്കാൻ യേശുക്രിസ്തുവിന്റെ നിഴൽ മതി എന്നുള്ളത് അനുഭവിച്ചവർക്കായി 1.5 വർഷത്തിനകം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന്റെ ചങ്കിലെ ചോരയാണ്, അവന്റെ തിരുനിവാസമാണ് നിന്നെ കൂടാരത്തിൽ മറച്ചത് എന്ന് മനസ്സിലാക്കണം. ദൈവം പെസഹ അങ്ങോട്ട് വിടാം. 3 ദിവസം. ആരാണ് 3 ദിവസം? എസ്തേർ മൊർദെഖായി. നമ്മളൊക്കെ അതിന് പേരിട്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ എന്നല്ല, ഉപവാസം എന്നാണ്. ഒറ്റ വാക്കിൽ ദൂത് പറഞ്ഞ് അങ്ങോട്ട് വിടാം. പുറത്ത് പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, അത്യാഡംബരത്തിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത മൊർദെഖായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മനസ്സിലാക്കാം പട്ടിണി പാവം എന്തിനാണ് ഈ പട്ടണവാതൊക്കെ ഇരിക്കുന്നത്. ആഡംബരത്തിൻ്റെ അത്യന്ത സുഖം അനുഭവിക്കുന്ന അന്തഃപുരത്തിലെ രാജകുമാരിയാകുന്ന എസ്തേർ എന്തിനാ ഉപവസിക്കുന്നത്? അവക്കെന്തോന്നിനെ കേടാ? പക്ഷേ 2 വാക്യങ്ങൾ മാത്രം പറയുമ്പോൾ കാര്യം മനസ്സിലാവും. മൊർദെഖായി പട്ടണവാതിൽ, രാജാവിൻ്റെ പടിപ്പുര വാതിക്കൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. അടുത്തത്, രാജാവ് മാനിക്കുന്ന പുരുഷനെ ഇങ്ങനെയാക്കുമെന്ന് പറഞ്ഞ കുതിരയും അകമ്പടി രഥങ്ങൾ ഒരുങ്ങി മൊർദെഖായിയുടെ മുൻപിൽ ആർപ്പുവിളി മുഴങ്ങിയപ്പോൾ അടുത്ത വാക്യം, ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഞാൻ ആ 2 വാക്യങ്ങളും ചേർത്ത് കോവിഡുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടുന്നു. 1.5 വർഷമായി പടിപ്പുരയിൽ കിടന്നതുപോലെ ഉപവസിച്ചവരെ, പ്രാർത്ഥിച്ചവരെ, ഈ ദുരന്തങ്ങളുടെ മുമ്പിൽ കണ്ണീരൊഴുക്കിയവരെ, ഈ ലോകത്തിൻ്റെ കലക്കത്തിൻ്റെ മുൻപിൽ നമ്മളും പട്ടിണി കിടക്കുക, നമ്മളും പ്രാർത്ഥിക്കുകയായിരുന്നു, ആശങ്കകളുടെ മുൾമുനയായിരുന്നു. എന്നാൽ ദൈവം ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്കൊത്തവണ്ണം സിയോനോട് നന്മ ചെയ്യുമെന്ന വചനമുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷം സൂര്യൻ 10 പടി പിറകോട്ട് പോയി, ലോകം പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ 10 മടങ്ങ് മടക്കി തരാൻ നമ്മുടെ സഭകളെയും കുടുംബങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ കരച്ചിലും വിലാപങ്ങളും ഒരാർപ്പിന്റെ ജയധ്വനിയായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. 1 വർഷം 17 ദിവസം അല്ല, മാസങ്ങൾ അല്ല, അടുത്ത മാസങ്ങൾ. 1 ദിവസം പറഞ്ഞു 3 മാസങ്ങൾ. ആരാ ലോക്ക്ഡൗണിലായിപ്പോയത്? ഇയ്യോബ്. പുറത്ത് കിടക്കാൻ പറ്റാത്തതല്ലേ ലോക്ക്ഡൗൺ എന്ന് പറയണേ. ഈ പുള്ളി പുറത്തിറങ്ങിയില്ല. ഇയ്യോബിൻ്റെയൊക്കെ ലോക്ക്ഡൗൺ ഭയങ്കരമാണ്. നമ്മുടെ മാതിരിയുള്ള കാര്യമൊന്നുമില്ല. നമുക്കെന്തൊട്ടപ്പം ലോക്ക്ഡൗൺ. ഞാൻ ഈ സൂം മീറ്റിംഗ് ഒക്കെ വരുമ്പം ഞാൻ വിചാരിക്കും പാവത്തുങ്ങളൊക്കെ ആകെ പട്ടിണി കിടന്ന് ചാകാറായിട്ടുണ്ടാവും. അപ്പോൾ ഈ സൂം മീറ്റിംഗ് വരുമ്പോൾ ഞാനിങ്ങനെ തോണ്ടി നോക്കും. നമ്മുടെ സഹോദരന്മാരൊക്കെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. മിനിമം ഒരു 3 കിലോ മുതൽ 6 കിലോ വരെ കൂടിയിട്ടുണ്ട്. ഷാജി പാഷ അടക്കം. പണം കൂടിയില്ലേ? പണം കൂടി. ആർക്കാണ് പണം കൂടും? എന്നാ കാര്യം? എൻ്റെ പൊന്നെ, 2 കൊല്ലമായിട്ട് സഖാവ് പിണറായി വിജയൻ കിറ്റ് ഇന്ത്യ സമരം പോലെ കിറ്റ്. ഞാൻ 1.5 കൊല്ലമായിട്ട് റേഷനറിൻ്റെ മട്ടാരിയും കണ്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ചുമ്മാ ചെന്നാൽ മതി, റേഷൻ കാർഡ് കാണിച്ച് തരിക. ഒന്നാമത് കോഡ് തുടങ്ങിയത് ചക്കയുടെ സമയത്താണ്. അപ്പം ചക്കയായിരുന്നു താരം. ആ സമയത്ത് താരം ആരായിരുന്നു? ചക്കയായിരുന്നു. മലയാളികൾ കോവിഡിൻ്റെ വിഷമം അറിഞ്ഞില്ല. അറിയാമോ? നോർത്ത് ഇന്ത്യക്കാരവിടെ കിടന്ന് വിഷമിച്ചു. അവർക്ക് ചക്ക നിന്ന് പരിചയമുണ്ടോ? നമുക്ക് തൊട്ട് വിഷമം. നമ്മുടെ ചക്കയായിരുന്നു താരം. നമ്മുടെ സഹോദരിമാർ എല്ലാവരും ശാസ്ത്രജ്ഞന്മാരായി കളഞ്ഞു. റിബേക്കയുടെ തനി കുടുംബത്തിൽ അവർ ജനിച്ചു വീണെന്ന് കോവിഡ് സമയത്താണ് മനസ്സിലായത്. കാരണം ചക്കക്കുരു കൊണ്ട് ബദാം ജ്യൂസ് ഉണ്ടാക്കാം എന്നവർ കണ്ടുപിടിച്ചു. ചക്കയുടെ ആ മുള്ള് അത് ചെത്തിക്കളഞ്ഞിട്ട് അതുകൊണ്ട് തോരൻ വയ്ക്കാം. അത് പിന്നെ സഹിച്ചു. ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് പശുവിന് കൊടുക്കുന്ന ആ കൂഞ്ഞിയുണ്ടല്ലോ, കൂഞ്ഞി, അതുകൊണ്ട് തോരൻ വെക്കാവുന്നവർ കണ്ടുപിടിച്ചു. സഹോദരിമാരിന് വെക്കാൻ ആകപ്പാടെ ഭൂമിയിൽ 2 ഇലയേ ഉള്ളൂ. ഒന്ന് റബ്ബറിൻ്റെ ഇല, ഇതുവരെ തോരൻ വെച്ചിട്ടില്ല. പിന്നെ ഈ കപ്പത്തണ്ടിൻ്റെ ഇല, ഇത് 2 തോരൻ വെച്ച്, ബാക്കിയെല്ലാം തോരൻ വെച്ച് നമ്മൾ തീറ്റിച്ചു. ഒക്കെ പോട്ടെ.
ഒരു ഉപദേശിയുടെ ഭാര്യ പറഞ്ഞു, പുള്ളി എപ്പോഴും പുറത്തിറങ്ങി പ്രസംഗിക്കുന്ന ആളാണ് എന്നെ പോലെ, പറഞ്ഞു ഇത് ഞാനൊരു 10 ദിവസം വീട്ടിൽ കണ്ടാ മതിയായിരുന്നു, എന്ന് 10 ദിവസം വീട്ടിൽ. ഞാൻ 13ാമത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ പ്രസംഗിക്കുമ്പോൾ, ഓട്ടമല്ലേ. അപ്പോൾ എൻ്റെ ഭാര്യയെപ്പോലൊരു ഭാര്യ പറഞ്ഞാന്ന് കൂട്ടിക്കും, ഇത് ഞാനൊരു 10 ദിവസം വീട്ടിൽ കണ്ടാ മതിയാ. അങ്ങനെ ഞങ്ങളൊക്കെ വീട്ടിലിരിപ്പായി. എവിടെ പോകാനാ? ഈ വീട്ടിലിരിക്കുമ്പോൾ വിശപ്പ് കൂടുതലാണ്, അതറിയാം. രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചുമ്മാ പത്രം വായിച്ചു. ഒന്നുകൂടി ഇതിപ്പം 4-5 മണിക്കേ ചായയുള്ളൂ, എന്നാലും മറ്റേ 3 ഇപ്പം കട്ടൻ ചായ ഉണ്ടോ ഓരോ വെച്ചു. അപ്പോൾ കട്ടൻ ചായ ഉണ്ട്, എന്തെങ്കിലും ചായ വയ്ക്കണം. അപ്പം ഇപ്പോഴല്ലേ ഉച്ചയ്ക്ക് കഴിച്ചേ, ഇത് ചുമ്മാ ഇരിക്കുമ്പം വിശപ്പാനാ. അപ്പം ഭാര്യ അടുക്കളയിൽ ചെന്ന്, എൻ്റെ ഭാര്യ അല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, ഞാനൊരു ഉദാഹരണം. ഭാര്യ അടുക്കളയിൽ ചെന്ന് 4 മണിക്ക് ഇയാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കില്ല. ഇപ്പം എല്ലാം പുതിയ പലഹാരങ്ങളല്ല, കാരണം യൂട്യൂബിൽ നോക്കി വെച്ചും 4 മണിക്ക് പുതിയ സാധനം. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർ ചോദിച്ചു, ഇതെന്തുവാ? അതെന്തുവാണെന്ന് പപ്പ കഴിച്ചിട്ട് പറ. ഞാൻ പറഞ്ഞു, പറയാൻ ഞാൻ ഉണ്ടാവുമോ, കാരണം ഇത് പുതിയ സാധനമാണല്ലോ. അത് ഞങ്ങൾ പുതിയ ഉണ്ടാക്കിയിട്ട്, മക്കളെ ഈ പുതിയതുണ്ടാക്കില്ല ആദ്യം കൊടുക്കേണ്ടത് മൃഗങ്ങൾക്കാണ്, മനുഷ്യർക്കല്ല. അതുങ്ങൾ ചത്തി വീട് നോക്കിയിട്ടാണ്, ഒക്കെ തിന്നു, നമ്മളൊരു ചത്തില്ല. അപ്പോൾ ഈ ഭാര്യ അടുക്കളയ്ക്ക് 2 മണിയായപ്പോഴേക്കും പിന്നെയും കുഴച്ചപ്പം പറയുകയാണ്, ദൈവമേ ഈ മഹാമാരി, ഏത് മഹാമാരി? മുറ്റത്തിരുന്ന് പത്രം വായിക്കുന്ന മഹാമാരി എപ്പോഴാണാവോ പുറത്തേക്ക് പോകുന്നത്? നമ്മൾ ഇരിക്കണമെന്ന് പറഞ്ഞവരിപ്പോൾ എന്നാ പുറത്തോട്ട് പോടേന്ന് ചോദിച്ചു കൊടുക്കി. പാട്ടുകാരോടും പ്രസംഗരോടൊക്കെ ചോദിക്കും, മീറ്റിംഗ് ഒന്നും ആയില്ലേ, പോടില്ലേ. ഇവിടെയാണ് ഇയ്യോബിനെ പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യ നമുക്കൊരനുകൂലമാണെങ്കിൽ നിലനിന്ന് പോവാം. സത്യമാണോ? സത്യമാണ്. ആരെതിരായാലും ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ. അബ്രഹാം അങ്ങനെ യാത്ര ചെയ്ത് ഭാര്യ സപ്പോർട്ടായിരുന്നു, ചിരിച്ചപ്പോഴാണ് പിടിവിട്ട് പോയത്. അതുവരെ പുള്ളി പിടിച്ചു നിന്നു. അത് ഞാൻ ഞായറാഴ്ച പറയാം, നാളെ പറയാം. ഭാര്യയുടെ ചിരിയാണ് നാളത്തെ വിഷയം. എന്ന് പറഞ്ഞാൽ സാറയുടെ ചിരി, അതിനകത്തൊരു ഭയങ്കര വാഗ്ദത്തം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു സാറ ഒറ്റ ചിരിയിലൂടെ. അതാണ് ഞാൻ നാളെ പ്രസംഗിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നു, ഭാര്യ അനുകൂലമാണ്, ഈ പ്രശ്നമുണ്ടോ? ഇല്ല. ഇവിടെ ഇയ്യോബിൻ്റെ ഭാര്യ അനുകൂലമാണോ പ്രതികൂലമാണോ? അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളും ഭാര്യയുടെ കണ്ടാൻ വിടില്ല, കീരിയും പാമ്പുവാ, പ്രശ്നക്കാരാ, അങ്ങനെയുള്ളൊരു കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് മിക്കവാറും കാര്യങ്ങൾക്കൊരു തീരുമാനമായാലേ. ഇല്ലേ? എങ്ങനെ സഹിക്കുന്നതായി പറയുന്നത്? എങ്ങനെ സഹിക്കും? ഇയ്യോബിൻ്റെ ഭാര്യ ചോദിക്കുന്നു, നിനക്ക് ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ചത്തുകൂടെ? ഇപ്പോൾ ഭാര്യ അനുകൂലമാണോ? അല്ല. അതാ പറയുന്നത്, ഭാര്യ പോലും പ്രതികൂലമാണ്. പക്ഷേ ലോക്ക്ഡൗൺ സമയത്തെ ഇയ്യോബിൻ്റെ മുദ്രാവാക്യങ്ങൾ ആവേശകരമാണ്. എന്താണ് ആ മുദ്രാവാക്യം? നഗ്നനായി വന്നു, നഗ്നനായി പോകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു. ലോക്ക്ഡൗൺ സമയത്ത് പറയേണ്ടതാ. ഉറ്റവർ മരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ, അവിടെ മുഖത്തൊക്കെ ആ വെള്ളത്തുണി അങ്ങോട്ട് കൂടുമ്പോൾ ഒന്ന് പറയാൻ അവസരം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം പറയാൻ അവസരമായിരുന്നു. പറയോ നമ്മൾ ഒക്കെ പോട്ടെ, എന്നെ ആവേശകരമായി ഇയ്യോബ് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ വേറെയുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ, എനിക്ക് ഏറ്റവും ആവേശമൊന്നുമല്ല, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ലോക്ക്ഡൗൺ സമയത്ത് അയ്യോ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ 1.5 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കും. നമുക്ക് പറയാൻ ആവേശമുണ്ടോ? ജീവിച്ചിരിക്കട്ടെ, ജീവിക്കാതിരിക്കട്ടെ, ആര് പോട്ടാതിരിക്കട്ടെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്നുള്ള മുദ്രാവാക്യം മുഴക്കുവാൻ ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണ് ലോക്ക്ഡൗണിൽ. അടുത്തത് നോഹയുടെ കാലത്തെ ലോക്ക്ഡൗൺ, 1 വർഷം 17 ദിവസം. 500-ാം സംവത്സരത്തിൽ പാപം വർദ്ധിച്ചു, പ്രസം ആരംഭിച്ചു. 600-ാം സംവത്സരത്തിൽ പെട്ടകത്തിൽ കയറുകയാണ്. മഴ പെയ്തു 40 ദിവസം, 150 ദിവസം വെള്ളം പൊങ്ങി. 61-ാം സംവത്സരം പുറത്തിറങ്ങുകയാണ്. 1 വർഷം 17 ദിവസം പുള്ളി പെട്ടകത്തിനകത്തായിരുന്നു. ഭയങ്കര ലോക്ക്ഡൗൺ ആയിപ്പോയില്ലേ? അല്ലേ? നമ്മളല്ല എന്ന് പറയാൻ കാരണം ആദ്യം തൊട്ട് നമ്മൾ 2 കൊല്ലമായല്ലോ. ഇവനെത്രയായി? 1 വർഷം 1 മാസമല്ലേ പുള്ളി പെട്ടകത്തിൽ ഇരുന്നോളൂ. നമ്മൾ വീട്ടിനകത്തിരിക്കാൻ നമ്മുടെ കാലത്തിലായി.
1.5 വർഷമായില്ല. അപ്പം ആരാ മിടുക്കല്? നമ്മളൊന്നുമല്ല. ഞാൻ തെളിയിക്കാം. നിങ്ങൾ ഈ വീട്ടിലിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു എന്ന് പറയും. നമ്പർ 1, അരിയുണ്ടോ തുണിയുണ്ടോ അതേ ചിന്തിക്കുന്നില്ല. നെറ്റുണ്ടായിരുന്നു. നെറ്റ് തലയിലിരുന്ന നെറ്റല്ല, കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നു. ബാക്കി എൻ്റെ വിശദീകരിച്ചു. ഇൻ്റർനെറ്റ്, ഇമെയിൽ, കയ്യിൽ വാച്ച് പോലെ കിട്ടുന്ന കമ്പ്യൂട്ടർ, ഫേസ്ബുക്ക്, ഗൂഗിള്, ആപ്പ്, കീപ്പ് എല്ലാം ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നുമില്ലാതിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്തായേനെ? പറഞ്ഞു, ചിന്തിച്ചു നോക്ക്. ചിന്തിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഭ്രാന്ത് വരും. മൊബൈൽ ഇല്ലാതെ, ഇൻ്റർനെറ്റ് ഇല്ലാതെ, ഇമെയിൽ ഇല്ലാതെ, കേബിൾ ടി വിയുടെ കണക്ഷൻ ഇല്ലാതെ, കറണ്ടില്ലാതെ, വായിക്കാൻ പുസ്തകമില്ലാതെ, ഒന്നുമില്ലാതെ, ഇനി 6 മാസം കഴിയുമ്പം പാട്ടക്കുട്ടി ഗോ കൊറോണ ഗോ കൊറോണ പറയാൻ ആളില്ലാതെ, പിന്നെ 6 മാസം കഴിയുമ്പോൾ ബാൽക്കണിയുടെ മേളിൽ നിന്ന് കം കൊറോണ, ആളില്ല, ആരും കേൾക്കാനില്ല, ഒരു മനുഷ്യനില്ല. അങ്ങനെ ജീവിക്കാനായി നമ്മുടെ വിധിയെങ്കിൽ എത്ര പേരുണ്ടാവൂടെ ആത്മഹത്യ ചെയ്തേനെ ഇല്ലേ? അമേരിക്കയിലും UK ഒക്കെയുള്ള സായിപ്പുമാർ 6 മാസം കഴിഞ്ഞപ്പോൾ ഭ്രാന്ത് പിടിച്ചു. ഒറ്റയ്ക്കിരുന്ന് ഇറിറ്റേഷനായി അവർ പുറത്തിറങ്ങി നടന്നോടനെ വെടിവെച്ചു. അറിയാമോ? എനിക്കെന്താ ഭ്രാന്ത് പിടിക്കാത്തത്? നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിക്കാത്തത്? ഉത്തരം, യഹോവയായ ദൈവം പറഞ്ഞു പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. എൻ്റെ യഹോവ എവിടെയായിരുന്നു? സർക്കസുകാരെ കൂടാരം പൊളിച്ചു കൊണ്ടുപോകുമ്പം കുരങ്ങൻ അതിൻ്റെ മേളിൽ കയറിയിരിക്കും, വണ്ടിയുടെ മേളിൽ. അതുപോലെ യഹോവ പെട്ടകത്തിൻ്റെ മേളിലായിരുന്നോ? അല്ല. എവിടെ ആയിരുന്നു? അകത്തായിരിക്കണം. ന്യായമായ ചിന്തയാണ്. എന്താ കാര്യം? ഓഹേ, ആദാമിൻ്റെ കാലം മുതലേ ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ താമസിക്കാൻ. അവൻ പാപം ചെയ്ത് പുറത്തു പോയി. ഇപ്പം തിരക്കില്ലല്ലോ. വാതിൽ തുറക്കണോ? പെട്ടകത്തിൻ്റെ വാതിൽ തുറക്കണോ? പറ്റില്ല, വെള്ളം കയറും. വേണ്ട, ഞാനകത്തോട്ട് അങ്ങ് വരാം. ധൃതിയുണ്ട്. പണിക്ക് പോകണോ? ഓവർ ടൈം. ഈ 1 വർഷം ഇലക്കണ്ടം തുളുമ്പാതെ, ഒരു ഇറിറ്റേഷൻ ഇല്ലാതെ നോഹയും കുടുംബവും അവിടെ ജീവിക്കാൻ കാരണം യഹോവയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ വരാഴ്മകൾ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും അമ്മായിയമ്മയും കൂടെ നല്ല രീതിക്കാണോ ജീവിക്കണേ? അതെ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് 100 മാർക്ക്. എത്ര മാർക്ക്? 100 മാർക്ക്. ഇനി ഈ മരുമക്കളുടെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് 3 അമ്മായിയമ്മമാരെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അമ്മായിയമ്മയോട് 3 മരുമക്കളെ ഒരു മുറിക്കകത്ത് കിട്ടി. ഒരു വീട്ടിൽ 1 മുറിയേ ഉള്ളൂ എന്നാ. നോഹയുടെ പെട്ടകത്തിൽ 5-6 മുറിയുണ്ടോ? 3 വട്ടല്ലേ? 1 മൃഗങ്ങൾ, 1 ധാന്യം, 1 ഇവര്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരമ്മായിയമ്മ 3 മരുമക്കളുടെ കൂടെ ഒരു മുറിയിൽ 1 വർഷം 17 ദിവസം താമസിച്ചു. ഒരു പൂമാല ഇട്ടാൽ കൊണ്ടുവന്ന് ഇപ്പം ഇട്ട് കൊടുക്കണ്ടേ? ഒരു പണിക്കും പോകാത്ത 3 പോങ്ങന്മാരെ കൂടെ. നോഹാപ്പച്ചൻ അപ്പുറത്ത്, ഈ അമ്മച്ചേനെ സമ്മതിക്കണ്ടേ? എൻ്റെ പൊന്നെ, ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിട്ടും പുതുമണവാളുടെ ചെവിയിൽ പാതിരാത്രി മുഴുവൻ കറണ്ട് കാശും കളഞ്ഞ് മന്ത്രോച്ചാരണം നടത്തി 6 മാസം കൊണ്ട് വാടകയ്ക്ക് പോകുന്ന പെമ്പിള്ളേരാണ് ഇപ്പോഴത്തെ പിള്ളേർ. അവിടെയാണ് ഈ അമ്മയ്ക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1 വർഷം 17 ദിവസം ഒരു പ്രശ്നവുമില്ലാതെ ഈ അമ്മയും മരുമക്കളും ഈ പിള്ളേരും അച്ചാനൊക്കെ ജീവിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം. കഴിഞ്ഞ 1.5 വർഷം നമുക്ക് ഒരു ഇറിറ്റേഷൻ ഇല്ല. എന്താ കാര്യം? ബൈബിൾ വായിക്കാൻ സമയം കിട്ടി, പാട്ട് പാടാൻ സമയം കിട്ടി, പുതിയ പാട്ട് ഉണ്ടാക്കാൻ സമയം കിട്ടി, പ്രസംഗം ഉണ്ടാക്കാൻ സമയം കിട്ടി. ദൈവവുമായിട്ട് ആത്മീകമായിട്ട് നിരന്തരമായി ബന്ധപ്പെടാൻ പഠിച്ചവർക്കെല്ലാം ഈ ലോക്ക്ഡൗൺ അനുഗ്രഹമായി തീർന്നു. ദൈവത്തുമായി ഒരു നിരന്തരമായ ബന്ധം പുലർത്താൻ ഇല്ലാത്തവര് വിഷമിച്ചു. അത് സത്യമാണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ നോഹയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഇനിയുള്ള ലോക്ക്ഡൗൺ പറയേണ്ടതൊക്കെയാണ്. 8:30 ബാക്കി 2 പോയിന്റും കൂടെ പറഞ്ഞു നിർത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. ഇതാണ് ഒന്ന്, 70 സംവത്സരത്തെ ലോക്ക്ഡൗൺ. ഏതാണ്? ബാബേൽ പ്രവാസം. എന്താ അതിൻ്റെ അർത്ഥം? 41 രാജാക്കന്മാർ 411 വർഷം ഭരിച്ചപ്പോൾ 25,000 ശനിയാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിൽ 2000 ശനിയാഴ്ചകൾ മാത്രമേ അവർ ആചരിച്ചിട്ടുള്ളൂ. 23,000 കടമാണ്. 23,000 കടം വെച്ചപ്പോഴും ദൈവം ഒന്നും പറഞ്ഞില്ല.
ദൈവം ഒന്നും പറയാത്തതുകൊണ്ട് അവർ വിചാരിച്ചു ദൈവം ഞങ്ങളെപ്പോലുള്ളവനാണെന്ന്. ബാബേൽ പ്രവാസം വന്നു, 4600 പേരെ പിടിച്ചുകൊണ്ട് പോയി. യഹോയാക്കീൻ സെദക്കിയാവ് 3 പേരുടെ കാലഘട്ടത്തിൽ 3023, 745, 832, 4600 പിടിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് എത്ര കൊല്ലം താമസിച്ചു? 70 സംവത്സരം. യഹൂദന് ഒരു വർഷം എത്രയാ? 360. 70 360 സമം 23,200 പരം ദിവസങ്ങൾ. വല്ല കണക്ക് പിടി കിട്ടിയോ? പിന്നെ പറഞ്ഞോളാം. ഇപ്പം അതിൻ്റെ അർത്ഥം ഇതാ, 411 വർഷത്തിൽ 41 രാജാക്കന്മാർ ഭരിച്ചപ്പോൾ അവർ മുടക്കിയ സഭായോഗങ്ങളുടെ എണ്ണം 23,000. ഇത്രയും പിടി കിട്ടിയല്ലോ. അതുകൊണ്ട് അവരാരാധനയ്ക്ക് വേണ്ടി കൊതിച്ച ദിവസങ്ങൾ 23,500. ഇപ്പോൾ എല്ലാം പിടി കിട്ടിയോ? ഇപ്പോൾ എല്ലാം പിടി കിട്ടിയോ? അത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീകത്തിന് അവധി കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നീ കണക്ക് കൊടുക്കേണ്ടി വരും. 7 രൂപ കൊടുത്താൽ ഹോളിൻ്റെ വാതൊക്കെ വന്നിറങ്ങാം. ഇതിൽ സർക്കാർ 50 ലക്ഷം രൂപയ്ക്ക് വണ്ടി മേടിച്ചിട്ടുണ്ട്. 7 രൂപ കൊടുത്താൽ വണ്ടിക്ക് വന്നിറങ്ങാം. വണ്ടി ആകുമ്പോൾ പിന്നെ സമയം തെറ്റുമോ? അത് ട്രിപ്പ് എടുക്കാനുള്ളതല്ലേ, വേറെ പുറകെ വണ്ടി വരത്തില്ലയോ? 7:10 അവിടെ വണ്ടി വരുന്ന പറഞ്ഞാൽ 7:10 വരും. 1-2 മിനിറ്റ് വൈകുള്ളൂ. അപ്പോൾ ഇവിടെ 9:20 വണ്ടി പറഞ്ഞാൽ 9:20 വണ്ടി ഇവിടെ മുമ്പിൽ വരുമെന്ന്. 2 മിനിറ്റല്ലേ വൈകുള്ളൂ. എന്നാലും നമ്മുടെ പൊങ്ങച്ചം അങ്ങോട്ട് സമ്മതിക്കണില്ല. നമ്മളെന്ത് ചെയ്തു? 7 രൂപ കൊടുത്ത് വണ്ടി കയറുന്നതിന് പകരം 7 ലക്ഷം രൂപയുടെ വാഗണാർ ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തിനാ? നമ്മുടെ പൊങ്ങച്ചം. വണ്ടി കയറാൻ സ്ഥലമില്ല, റോട്ടിലൊക്കെ ഇട്ടിച്ചു ഇങ്ങനെ വരും. എപ്പോഴാണ് വരുന്നേ? 10 മണിക്കാരാ തുടങ്ങി. എപ്പോഴാണ് വരുന്നേ? നീ ലൈൻ ബസ്സിന് വന്നുകൊണ്ടിരുന്നപ്പം കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നു. കാരണം ബസ്സിന് സമയം തെറ്റാൻ പറ്റും. നിൻ്റെ വാഗണാറും പൊങ്ങച്ചോ നിൻ്റെയൊക്കെ മുട്ടുകാരെ തല്ലി ഓടിക്കുന്ന സമയം വരും. എടാ, 7 രൂപയ്ക്ക് കൊടുത്ത് വണ്ടി വന്നിറങ്ങേണ്ടതിൻ്റെ ഫലം നിനക്ക് 7 രൂപയുടെ വാഗണാർ. നീ അഹങ്കരിക്കുക. അന്നേരം നിനക്ക് വണ്ടി എന്ന ദൈവത്തെ വേണ്ടി ആദ്യം തല്ലി കൊല്ലാൻ. ഇതിനൊക്കെ നമ്മളിപ്പോൾ കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ആ പള്ളി ഒന്ന് തുറക്കാൻ, ഒന്ന് കൈകൊട്ടി ഒന്ന് പാടാൻ, ഈ പാട്ടൊന്ന് കേൾക്കാൻ, വിശുദ്ധ ജുംബനൊന്ന് ചെയ്യാൻ, കർത്തൃമേശയിലൊന്ന് പങ്കെടുക്കാൻ ഇപ്പോൾ കൊതിക്കുന്നുണ്ടോ? കൊതിക്കുന്നില്ല കുറേ പേര്. അത് ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. എന്താന്ന് പള്ളി തുറന്നാലും എല്ലാം വരുമൊന്നുമില്ല കേട്ടോ. അതിനാ ഞാൻ അടുത്ത പ്രാവശ്യം പറയും. അടുത്ത പോയിന്റിൽ പറയും. അപ്പം മനസ്സിലാക്കണമെങ്കിൽ ഈ ബാബേൽ പ്രവാസം ദൈവം അനുവദിച്ചതാണ്. കൊതിച്ചുപോയി അവർ. അതുകൊണ്ട് പെന്തക്കോസ് വളർന്നത് നമ്മളൊന്നും കാരണമൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ പെങ്ങൾ അമ്മായിയാണ് എൻ്റെ പെന്തക്കോസ് ദൈവത്തിൽ വിശ്വാസത്തിലേക്ക് വന്നത്. 50 വർഷം വിശ്വാസിയായിട്ട് ജീവിച്ചു ഏകദേശം. ഈ 50 കൊല്ലം അമ്മായി ജീവിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ ദൂരമുണ്ട് സഭാ ഹാളിലേക്ക്. ഒരു പ്രാവശ്യം പോലും ഒരു സൈക്കിൾ ഓവർലോഡ് കയറി പോയിട്ടില്ല. പിന്നെ അച്ഛൻ രക്ഷിക്കപ്പെട്ട ആളല്ല. ഒരു കാറിൽ ലിഫ്റ്റ് ചോദിച്ചിട്ടില്ല, കയറി പോയിട്ടില്ല. പക്ഷേ ഈ 50 കൊല്ലം ഒരു സഭായോഗം മുടക്കിയിട്ടില്ല, ഒരു വെള്ളിയാഴ്ച ഉപവാസം, ഒരു ശനിയാഴ്ച കാത്തിരിയോഗം മുടക്കിയിട്ടില്ല. അവരാണ് പെന്തക്കോസിന് വളമിട്ടത്, നമ്മളതൊന്നുമല്ല. ഈ വിവരവും ബോധവും ഇല്ല നമ്മൾ പറയുന്ന അന്നമ്മമാരും പത്രോച്ചായന്മാരൊക്കെയാണ് ഈ പെന്തക്കോസിന് വളമിട്ടത്. അവരതിനെ വളർത്തിക്കൊണ്ടുവന്നു. നമുക്കിപ്പോൾ പാർക്കിംഗ് പ്രശ്നമാണ്, ട്രാഫിക് ബ്ലോക്ക് പ്രശ്നമാണ്, ജാമാണ്. സ്വത്രം ഞാനിവിടെ നിർത്തുക ആ ഭാഗം. ഈ 10-37 കൊല്ലമായി എന്നെ അറിയാവുന്ന നിങ്ങൾക്കറിയാം. ഇതുവരെ നാളത്തെ അറിയാം, ഞാനൊരു മീറ്റിങ്ങിൽ വൈകി വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യം സ്റ്റേജ് കണ്ടിട്ടുണ്ട്? യോഗം തുടക്കം ആരുണ്ടാവും? ഞാൻ ഉണ്ടാവും. ഞാൻ യോഗം തുടങ്ങിയ ഒറ്റ മീറ്റിലും വന്നിട്ടില്ല. അഥവാ അങ്ങനെ വന്നിട്ടെങ്കിൽ അത് തക്കതായ കാരണം, അങ്ങനെ എനിക്കങ്ങനെ തക്കതായ കാരണം ഇല്ല. അത് ഞാൻ ചെല്ലേണ്ട സമയത്ത് 1 മണിക്കൂർ മുമ്പേ വരും. 1 മണിക്കൂർ മുമ്പേ വരും. കാരണം എൻ്റെ വാശിയാണ്, യേശു യോഗത്തിന് വരുന്നതിനേക്കാൾ മുൻപ് എനിക്ക് ചെല്ലണം. യേശുവാണ് എൻ്റെ VIP, അല്ലാണ്ട് യേശുവിൻ്റെ VIP അല്ല ഞാൻ. നമ്മുടെ മട്ടും മാർജ്യം കണ്ടാൽ എൻ്റെ റേഷൻ കൊണ്ടാണ് യേശു അരി മേടിച്ച് പോകുന്നതെന്ന് തോന്നിപ്പോവും. ഇവിടെ വരവും പോക്കും കണ്ട് എൻ്റെ റേഷൻ കാർഡ് കൊണ്ടാണ് യേശു ഇപ്പം സ്വത്രം. അതുകൊണ്ട്
മനസ്സിലാക്കണം ദൈവമക്കൾ. ഒന്നാമത്തെ പോയിന്റ് വിടുന്നു. രണ്ടാമത്തേലേക്ക് പെട്ടെന്ന് വരാം. പിന്നെ 430 വർഷം ഇരുണ്ട കാലഘട്ടമൊക്കെ. അതുകൊണ്ട് ലോക്ക്ഡൗൺ അല്ല നമുക്ക് വിഷയം. ഈ ലോക്ക്ഡൗണിൽ ദൈവം നമുക്ക് നൽകിയ പരിപാലനം, അതൊരു സ്വത്വം പറഞ്ഞ് പ്രിയപ്പെട്ടവരെ. കുഞ്ഞാടിൻ വിലയേറിയ നിണത്താൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട കുഞ്ഞാടിൻ ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ വിലയേറിയ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ ഫറവോന് ഞാനിനി, ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ മാറായ മധുരമാക്കി തീർക്കുമവേ, മാറായ ഹല്ലേലൂയ, പാറയെ പിളർന്നു ദാഹം പോക്കുമവേ, പാറേ മരുവിലൻ ദൈവം എനിക്ക് അധിപതിയെ, മരുവിലൻ ദൈവം എനിക്ക് അധിപതിയെ, തരുവൻ പുതുമന്നാതു മതിയേ, തരുവൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗത്തേക്ക് ലോക്ക്ഡൗൺ അല്ല നമ്മുടെ വിഷയം. ലോക്ക്ഡൗണിൽ ദൈവം നമ്മൾ നടത്തിയ വഴികൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, നിന്റെ അറകളിൽ കിടക്ക്. ഞാൻ 2016 ഇവിടെ വന്നപ്പോൾ ഒരു വിഷയം പ്രസംഗിച്ചിരുന്നു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. അന്ന് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പകൽ പ്രസംഗിച്ചത്. പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ കിടക്കണം? അറയിൽ. അപ്പം അന്ന് ഞാൻ അറ എന്താണെന്ന് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഓർമ്മയില്ലാത്തവർക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷ. നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെയും ഓരോന്ന് പ്രസംഗിക്കാൻ പറ്റുന്നത്. എന്താണ് ഈ അറ? അറയെന്ന് പറഞ്ഞാൽ ക്ലോസറ്റ്. ഞാൻ പറഞ്ഞെന്നറിയില്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ കയറി പ്രാർത്ഥിക്കണം? ക്ലോസറ്റിൽ കയറി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിലക്കാണ്ട് പിടിച്ചിട്ടില്ല. എന്താ കാര്യം? ക്ലോസറ്റിൽ കയറി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ക്ലോസറ്റ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വെസ്റ്റേൺ സ്റ്റൈൽ. വെസ്റ്റേൺ സ്റ്റൈൽ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധനമല്ല. ഞാനൊരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പറയുന്നത്. അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എന്നപ്പോൾ അവിടെ ഒരു ഞായറാഴ്ച ഒരു പാസ്റ്റർ പറഞ്ഞു, ഭയങ്കര മഞ്ഞ, ഒരു കോട്ട് എടുത്തുകൊണ്ട് പോകും. അവിടെ പറഞ്ഞോന്നറിയില്ല, വീണ്ടും പറയാം. അപ്പോൾ ആൻറ്റി പുറത്തിറങ്ങി. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർക്ക് വേണോ? ഞാൻ പറഞ്ഞു, ഞാൻ ജുബ്ബ എന്നാൽ ഓർമ്മ എനിക്ക് എടുത്തു. അപ്പോൾ 2 കോട്ട് എടുത്തോളാൻ പറഞ്ഞു, ഭയങ്കര മഞ്ഞ. അപ്പോൾ ആൻറ്റി ചോദിച്ചു, കോട്ട് എവിടാ കിടക്കുന്നത്? പുള്ളി പറഞ്ഞു, ക്ലോസറ്റിൽ കിടപ്പുണ്ടോ. ഞാൻ ആ മുൻസീറ്റിലിരിക്കുന്നത്. ഞാൻ പുള്ളി ഒന്ന് നോക്കി, ഇത്രയും നല്ലൊരു മനുഷ്യൻ, കണ്ടാൽ സുന്ദരൻ, ഈ മനുഷ്യൻ്റെ കോട്ട് കിടക്കുന്ന എവിടെ? വൃത്തികേടായി പോയല്ലോന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അത് കൊണ്ടുവന്നപ്പോൾ ഇടാൻ എനിക്കൊരു മടി. കാരണം എവിടെ കിടന്ന സാധനമാണ്. 2-3 വീട്ടുകാർ ഈ ക്ലോസറ്റിൽ കിടക്കുന്ന വിലപ്പെട്ട സാധനങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. ഇത് എന്തുവാ ക്ലോസറ്റ്? ഞാനൊരു അച്ചാണ്ട് വെച്ചു, ഈ എവിടെ നിങ്ങളുടെ ക്ലോസറ്റ്? അത് പാർശ്വ ഇല്ല. അത് ഞങ്ങളുടെ പാർശ്വ ഞങ്ങളുടെ ഈ ബെഡ്റൂമിൻ്റെ അകത്ത്. അവരുടെ വീടുകൾക്കൊന്നും കുറ്റിയില്ല എന്നുള്ളത് അറിയാമല്ലോ. ഇപ്പോഴൊക്കെ ഉണ്ട്. മിക്കവാറും വീടിന് കുറ്റിയും കൊടുത്തൊന്നുമില്ല.
എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു മര്യാദയാണ്. അവരൊരു റൂമിൽ വന്നാൽ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ കമിൻ എന്ന് പറഞ്ഞാലേ അവർ കയറി വരുള്ളൂ. അതുകൊണ്ട് അവർക്ക് കുറ്റി വേണോ? വേണ്ട. നമുക്ക് 4 കുറ്റി വേണം. 4 കുറ്റി. 4 കുറ്റി ഉണ്ടെങ്കിലും ചവിട്ടി തുറന്ന് അകത്തോട്ട് വന്നിട്ട് പോകും. സോറി തുറന്നിട്ട് മര്യാദ നമുക്കില്ല. നമുക്ക് അവനെ മുട്ടും വരട്ടെ ചോദിക്കുന്ന ആകുന്നില്ല, തള്ളുക വന്നേച്ച്. അപ്പോൾ അവരുടെ ഈ ബെഡ്റൂമിനകത്ത് ഒരു 2 അടി ഒരു പോൾ യോങ്കിച്ചോടെ പ്രാർത്ഥനാ മുറി പോലെ ഒരു മുറിയുണ്ട് ബെഡ്റൂമിൻ്റെ അകത്ത്. അവരുടെ ബെഡ്റൂമിൽ പോലും ആരും കയറുകയില്ല. അതിനകത്ത് അതിന് പറയുന്ന പേരാ മക്കളെ ക്ലോസറ്റ്. ആർക്കും പ്രവേശിക്കാൻ പാടില്ലാത്ത പേഴ്സണൽ പ്രയർ റൂം, അതാണ് ക്ലോസറ്റ്. നീ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ കയറണം? ഒരു ശല്യവുമില്ലാത്ത ഒരു ക്ലോസറ്റ്. ആ ക്ലോസപ്പ് എന്ന് പറഞ്ഞ പോലെ ദൈവമായി ക്ലോസിലിരിക്കാൻ ഒരു സ്ഥലത്തോട്ട് കയറണം. ഒരു ധൃതിയും പാടില്ല. എന്നാ ഈ ലോക്ക്ഡൗൺ തന്നത് എന്തിനാ? അമ്പലക്കാള കണക്കെ നടക്കാനല്ല, അകത്ത് കയറി ഇരിക്കാനാണ്. എന്തിനാ അകത്ത് കയറിയിരിക്കുന്നത്? എന്തിനകത്ത് കയറിയിരിക്കുന്നത്? കർത്താവ് വരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ പറയുന്നത് ഇതിനു മുമ്പെങ്ങാനും യേശു മതി, എൻ്റെ കാര്യം പോലും എനിക്ക് സംശയമാണ്. പ്രസംഗിക്കുക. അപ്പം കർത്താവ് ജോയി പാറക്കിലേ നിന്നെയൊക്കെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടടാ. ഷാജിപ്പാസേ പിന്നെ രൂപോസ് പാസ് എല്ലാവരും പറഞ്ഞു നിങ്ങളാണ്ട് കയറിക്കോ അറക്കകത്തോട്ട്. കാരണം ഒന്ന് വെടിപ്പായി ശുദ്ധീകരിച്ച് വചനമൊക്കെ ഒന്ന് വായിച്ച് കുടിശ്ശിയൊക്കെ ഒന്ന് തീർത്ത് അല്ലേ. ഇതിലെ ഒരു ബസ് സെൻറ്റ് മേരീസ് ബസ് കാണാനില്ല. പണ്ടത്തെ രീതി പറയാം. ഇവിടെ KSRTC ദേശത്താക്കുന്ന റൂട്ടാണെന്ന് തോന്നുന്നു അല്ലേ. സെൻറ്റ് മേരീസ് ബസ് കാണാനില്ല. അപ്പോൾ ചില പോയി പിറ്റേ ദിവസം കൊണ്ട് ഒരു തങ്കം ബസ് വരുന്നു സൈഡിൽ സെൻറ്റ് മേരീസ്. നമ്മളൊക്കെ ചോദിച്ചു എന്തേ സെൻറ്റ് മേരീസ്? അത് പണിക്കേറ്റിയേക്കുക. അപ്പം മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞ് ഇറങ്ങും. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയാൽ അത് പെയിൻറ്റ് മാറി, പേര് മാറ്റി. പക്ഷേ 5-6 മാസമായിട്ടും ആ വണ്ടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇത് പെയിന്റ് അടിക്കാൻ കയറ്റിയേക്കണല്ല, ഇത് എഞ്ചിൻ അടിച്ച് പണിയാൻ കയറ്റിയേക്കണതാണ്. ദിവസങ്ങൾ നീളുന്തോറും വർക്ക്ഷോപ്പിൽ പണി കൂടും. ഇത് 3, 7, 21, 40 അല്ല മക്കളെ, 1.5 കൊല്ലമായി തമ്പുരാന്റെ വർക്ക്ഷോപ്പിനകത്തോട്ട് നിങ്ങളെ കയറ്റിയിട്ട് പറഞ്ഞു, നിന്നെ കറയില്ലാതെ കളങ്കമില്ലാതെ വാട്ടമില്ലാതെ മാലിന്യമില്ലാതെ തേജസ്സോടെ നിന്നെ പുറത്തിറക്കിയിട്ട് വേണം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എനിക്ക് വരാൻ, നിന്നെ കൊണ്ടുപോകാൻ. ഇനി സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒരുങ്ങാൻ സമയം കിട്ടിയത് ഇനി പോകാനുള്ളവനല്ല. ഇനി സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമായിട്ടും ഉപവസിക്കാനും സമയമില്ല, പ്രാർത്ഥിക്കാനും സമയമില്ല. ഇനി പോകാനുള്ളവനല്ല. അതാ അതുകൊണ്ട് പുറത്തിറങ്ങരുത്. നമ്മൾ പുറത്തിറങ്ങും. കോവിഡാണ്, ആരും കൊണ്ടറയിലേക്കൊന്നും ആരും എന്ത് ചെയ്ത് പുറത്ത് ഇറങ്ങരുത്. ലോക്ക് ഡൗൺ. നമ്മൾ പുറത്തിറങ്ങും. എന്തിനാണ്? ആരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ എന്നറിയാനാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. നമ്മൾ ഭയങ്കര സാധനങ്ങളാണ്. അതുകൊണ്ട് ലോക്ക്ഡൗൺ തന്നത് അറയിൽ കയറാനാണ്. വെച്ചാൽ പ്രാർത്ഥിക്കാട്ടോ. ഓക്കെ, നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആക്ക് വേണ്ടി ഉണ്ടോ? പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എത്രയോ അതെല്ലാം കുടിശ്ശിക തീർക്കാൻ സമയത്താണ്. ബൈബിൾ വായിക്കാൻ സമയത്താണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ പുസ്തകം എഴുതി തീർത്തു. പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ 70 ചാപ്റ്ററുകൾ. ഒരു ദൈവദാസനും 3 വർഷം ഒരു സഭയിൽ ശുശ്രൂഷിക്കാനുള്ള ബൈബിൾ ക്ലാസ്. വളരെ മനോഹരം എന്ന് എനിക്ക് തോന്നുന്നു. 2ാമത്തെ പുസ്തകമാണ്. ഹർമഗദ്ദോൻ യുദ്ധം, അതിനെക്കുറിച്ച് തന്നെ എന്നാൽ എന്ത്, എവിടെ വെച്ച് എല്ലാം ഉണ്ട്. അടുക്കും ചിട്ടയുമായിട്ട് ഇങ്ങനെ കർത്താവ് താൻ ഗംഭീരനാഥം ഒരു ചാപ്റ്റർ, പ്രധാന ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, പുനരുത്ഥാനം, അങ്ങനെ പോയേക്കുക. അപ്പോൾ അത് പ്രസ്സിൽ കയറ്റി, അല്ല കമ്പ്യൂട്ടർ ടൈപ്പ് എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ചെന്നിട്ട് വേണം അതിനെ പ്രസ്സിലോട്ട് കയറ്റാൻ. അപ്പോൾ എനിക്ക് ഗുണമായി തീർന്നില്ലേ? ജീവിതത്തിൽ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇതിനു മുമ്പ്. കാരണം എപ്പോൾ നോക്കിയാലും മീറ്റിങ്ങും പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. മറ്റേ യാത്രയാണ്, എവിടെ പ്രാർത്ഥിക്കാൻ സമയം? അതുകൊണ്ട് ലോക്ക്ഡൗൺ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും.
ഞാൻ പെട്ടെന്ന് നിർത്തിയാലേ പറ്റത്തുള്ളൂ, കാരണം സമയം പാലിക്കണമല്ലോ. മൂന്നാമത്തെ കാര്യം, ഒന്ന്, ലോക്ക്ഡൗൺ ദൈവജനത്തിന് അനുവദിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് കഴിയാറ്. 2, അറയിൽ കടക്കാനാണ്, അമ്പലക്കാളൊക്കെ നടക്കാനല്ല. 3, ഇത് കഴിയുമ്പോൾ പുറത്തു വരണം. എങ്ങനെ പുറത്തു വരണം? അത് പറയുമ്പോൾ തീർന്നു, പ്രസംഗം തീർന്നു. ചോദ്യം ഇതാണ്, പുറത്ത് വരണോ? പുറത്ത് വരണോ? വരണമെന്നില്ല. ഞാൻ ഈ സൂം ഇപ്പം എൻ്റെ ഒരു സാധനം ഇങ്ങനെ യൂട്യൂബിൽ കൂടെ കറങ്ങുന്നുണ്ട്. ഞാൻ സൂം മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ്, ചെറുപ്പക്കാർക്കാർക്കും ഇനി പള്ളിയിൽ വരണമെന്നില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷം മാർച്ച് മാസം 12-ാം തീയതി ചർച്ച അടച്ചതാണ്. എന്നാ വരാൻ പറ്റാത്തതിൻ്റെ കാരണം? പക്ഷേ രാവിലെ 10 മുതൽ 1 മണി വരെയാണ് ആരാധന. അപ്പോൾ എത്ര മണിക്കൂറായി? 3 മണിക്കൂർ. ഈ സൺഡേ സ്കൂൾ എപ്പോഴാണ്? 8:30 മുതൽ 9:30 വരെ. അത് കഴിഞ്ഞ് എന്തുവാ കിട്ടുന്ന? 2 ഉണക്ക കഷ്ണം ബ്രെഡും. മൊത്തം സമയത്തിനായി 8 മണി മുതൽ 1 മണി വരെയാണ് ആരാധന. വല്ല പ്രവാചകനും വന്നിട്ടുണ്ടെങ്കിൽ തീരുകയും ചെയ്തു, പിന്നെ സമയം മുന്നോട്ട് പോകും. ഇപ്പോൾ 1.5 വർഷമായിട്ട് 1 GB ആരാധനയാണ്. ഇപ്പം 1 GB, 1.5 മണിക്കൂർ മാക്സിമം. അത് കഴിയുമ്പോഴേക്കും തീർന്നുപോയി. എന്ത് തീർന്നുപോയി? ആത്മാവല്ല, നെറ്റ് തീർന്നുപോയി. ഈ ലോക്ക്ഡൗൺ സമയത്താണ് കള്ളനാണയങ്ങളുടെ കള്ളത്തരം വെളിപ്പെട്ടത്. കള്ളനാണയങ്ങൾ അത് വേണം, കാരണം കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിലേ ഒറിജിനൽ ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അറിയാം, നോണ പറയാൻ ഒരു മടിയും പെന്തിക്കോസുകാർക്കില്ല. ദൈവത്തിൻ്റെ കാരണം നെറ്റില്ല പാസ്റ്ററെ. എന്തോന്ന്? നെറ്റില്ല. അതങ്ങോട്ട് കഴിച്ച് അവനെ വാട്സാപ്പിൽ നോക്കുമ്പോൾ അവൻ ഓൺലൈനില്ല. ആര്? ഓൺലൈൻ. ഇതിന് കള്ളം പറയാൻ അറിയത്തില്ലോ. ഇലക്ട്രോണിക്സ് ഉപകരണത്തിന് കള്ളം പറയാൻ അറിയാമോ? കള്ളം പറയാൻ അറിയത്തില്ല. ഇതുപോലെ സൗകര്യമുള്ള. അപ്പം പിള്ളേരെ സംബന്ധിച്ച് ഇനി അവർക്ക് വരണമെന്നില്ല. ടീഷർട്ടൊക്കെ ഇട്ട് ബർമൂഡൊക്കെ ഇട്ട് അരണകിരിക്കാലോ. അത് വീട്ടിൽ അത് ഇട്ടതുകൊണ്ട് അങ്ങനെ ഞാൻ വഴക്കൊന്നും പറയുന്നില്ല. അങ്ങനെ വീട്ടിനകത്തല്ല ഇരിക്കുന്നത്. എന്നാലും ഒരു ഇച്ചിരി മര്യാദ ഞായറാഴ്ചയൊക്കെ കാണിക്കണം. ഞായറാഴ്ച മിക്കവാറും പെൺപിള്ളേർക്ക് വരണമെന്നുണ്ടോ? ഇല്ല, അവർക്കും വരണമെന്നില്ല. അമ്മച്ചിമാർക്ക് വരണം, അവർക്കും ഇല്ല. എന്നാ കാര്യം? അവർ നൈറ്റിയൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ആരാനൊക്കെ ഇരിക്കുന്നത്? നൈറ്റിയാണെന്ന് അറിയാതിരിക്കാൻ ജയലളിത പുതച്ചതുപോലെ ഒരു സ്കാർഫ് വട്ടം പുതച്ച് വെച്ചിങ്ങനെ ഇരിക്കുക. ഏതാണെന്ന് ആർക്കറിയായി? അപ്പോഴാണ് കെട്ടിയോൻ ഇറച്ചി കൊണ്ടുവരുന്നത്. എന്തുവാടി? ആരാധന. ശരി, വീഡിയോ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇറച്ചി നുറുക്കുക. എന്ത് സൗകര്യം എന്നറിയാം. സൂമാരാധന പോലെ സൗകര്യം വേറെ ഇല്ല. കാരണം ട്രെയിൻ യാത്ര പോലെ വേറെ യാത്ര സുഖമില്ല. ഉണ്ടോ? ഇരിക്കാം, നിൽക്കാം, കിടക്കാം. ട്രെയിനിൽ ഇഷ്ടമുള്ള ബസ് സ്റ്റേഷനിൽ, റെയിൽ സ്റ്റേഷനിൽ ഇറങ്ങാം, പാല് മേടിക്കാം, വെള്ളം മേടിക്കാം, ഒക്കെ മേടിക്കാം. ടോയ്ലറ്റിൽ പോകാം, തിരിച്ചു വരാം, കിടക്കാം, ഉറങ്ങാം. അപ്പം മാംഗോ ജ്യൂസ് വരും, മേടിച്ചു കുടിക്കാം. അപ്പോൾ പത്തിരി വരും, പഴംപൊരി വരും, നോർത്ത് ഇന്ത്യ ചെന്നാൽ കത്രിക്ക വരും, എല്ലാം വരും. അതിനിടയ്ക്ക് താക്കോലും കീ ചെയിനും ഒക്കെ വരും. ഇതുപോലത്തെ ഒരു ആരാധനയാണ് ഇപ്പോൾ സൂമാരാധന. സമയം 10 മണി ഓൺ ചെയ്തു. ഒറ്റെണ്ണമില്ല. പാസ് നോക്കുമ്പോൾ ആകെ 4 എണ്ണം ഉണ്ടാകും. നാളെ സഭയിൽ എന്നെ പ്രസംഗിക്കണം. ഞാനാണ് ഈ ഭയങ്കര ദേശീയക്കാരനാണ്. നാളെ ഒരു പാസ് അവയൊന്നും പറഞ്ഞില്ല. വിളിച്ച് കഴിയുമ്പം പുള്ളി പാട്ട് പാടുന്ന ഒരാളുണ്ട്, പുള്ളി പാസ്റ്ററുണ്ട്. പാട്ട് പാടുന്ന പുള്ളി പാട്ട് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു. പാസ്റ്റർ എന്നെ എൻ്റെ കർത്താവിൻ്റെ ജോയി പാറയ്ക്കൽ പ്രസംഗിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓഫ് ചെയ്തു. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനങ്ങോട്ട് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിന് മുതൽ പാസ്റ്ററെ കാണുന്നില്ല. മറ്റേ പുള്ളി കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കാണുന്നില്ല, അതുകൊണ്ടാണ്. പാസ്റ്റർ എന്ത്? അല്ല ഞങ്ങളിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട്. ഞാനങ്ങ് പ്രസംഗിച്ചു. അല്ല പാസ്റ്ററെ ആർക്കില്ല. ഞാൻ പറഞ്ഞു സൗകര്യമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നാ കാണുന്നത്? ഇപ്പം എന്നെ അങ്ങനെ വലിയ മോന്തേന് ആണോ? എൻ്റെ ഒരു ആവറേജ് അല്ലേ ഉള്ളൂ. എൻ്റെ പുറകെ നടക്കാൻ പാത്ത മോന്തേന് എനിക്കുണ്ടോ? ഞാൻ പറയുകയാണ് നിങ്ങൾക്കല്ല എന്നെ കാണാൻ പറ്റും. എനിക്ക് നിങ്ങളാരെ? ഞങ്ങളൊക്കെ 10, 100, 50 പേര് ഒരു 4 കാണാൻ പറ്റുള്ളൂ. കാരണം ഒരു 4 മോന്തേൻ കാണിച്ചിരിക്കണ്ടായോ? ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഉടനെ ഒരു 10, 15 പേര് ഓൺ ചെയ്തു. അങ്ങനെ ഞാൻ ഓൺ ചെയ്തു. സുനിയായിക്കാട് ഭാഷ ഒരു തമാശ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭാഷ പറഞ്ഞ് ഈ ആളില്ലാത്ത പ്ലാറ്റ്ഫോം കാണുമ്പോൾ ശവക്കോട്ടയാണ് ഓർമ്മ വരുന്നത്. എന്താ കാര്യം? ശവക്കോട്ടയിൽ ആളുണ്ടോ? ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ഫലകത്തിലുണ്ട്. മത്തായി 1967. ഇതുപോലെ പ്ലാറ്റ്ഫോം ആണ്. ഐഫോൺ അന്നമ്മ, പക്ഷെ ആളില്ല.
ആളില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ആന്റണി, ആന്റണി ചാലി ഒത്തിരി വന്നിട്ടുണ്ടല്ലേ. പുള്ളി ബാത്റൂമിൽ കയറിയിരിക്കുക. ഏത്തപ്പഴവും തിന്ന് മിച്ചറും തിന്ന് മീനും കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നാളെ ഒരു ട്രിപ്പ് വന്ന ഒരു ട്രോൾ വന്നേക്കുന്നു. ഒരുത്തൻ ബെർമുഡ ഇട്ടുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സഹോദരൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും പാസ്റ്റർ. ഷർട്ടും കൊണ്ടെടുത്ത് ഷർട്ട് ഇട്ടിട്ടില്ല. ഷർട്ട് ഇപ്പോൾ വിളിയെ പറഞ്ഞു ബെർമുഡ ഇട്ടേക്കണ മനുഷ്യ. പുള്ളി മുട്ടുകുത്തി ഓൺ ചെയ്തു. സഹോദരൻ വീഡിയോ ഓൺ ചെയ്താട്ടെ. കർത്താവേ. അപ്പൊ പാസ്റ്റർ പറയും, ഇത്രയും നാളും സഭയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാത്ത സഹോദരൻ ഈ കൊലോഗ്ന വന്നപ്പോഴേക്കും മുട്ടുകുത്തി. ഇയാൾ ബെർമുഡ ഇട്ടത് കൊണ്ടാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ നന്നായോ? നമ്മൾ നന്നായോ? കള്ളത്തരം, ഉടായിപ്പ്, നമ്പറുകളും ഇതിനൊക്കെ ഇപ്പം നിങ്ങൾ ആ ശവക്കല്ലറയിൽ പോയി കിടക്കുക. നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് തന്നെ കുഴപ്പം. നാളെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പൗലോസ് പറഞ്ഞ പോലെ കാണുകയില്ല മിക്കവാറും. ഇത് കഴിയുമ്പോൾ എത്ര പേരെ മോന്ത കാണുമെന്ന് ആർക്കറിയാം? കള്ളത്തരമാണ് പക്ഷേ, കള്ളത്തരാണ് ഇതൊക്കെ. ഇവരൊന്നും ഇതിനകത്ത് ഇല്ല. ഇവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവരെ കൃത്യമായി വന്ന് അവിടെ നിന്ന് അനങ്ങാതിരിക്കട്ടെ. അനങ്ങാതിരിക്കാൻ പറ്റാത്തവരാണ് പലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും വിഷമമില്ലെങ്കിലും ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് സൂമിൽ വരുമ്പം സമയമില്ലാത്തൊരു വരണ്ട. എന്താ ഈ ധൃതി? എവിടായി പോകുന്നത്? ഒക്കെ പോട്ടെ, സവായോത്തിന് അജായമാർക്കും പള്ളി വരണമെന്നില്ല. കാരണം സ്വോത്രക്കാഴ്ചയിടണ്ട, ജാമില്ല, പിന്നെ ട്രാഫിക് ബ്ലോക്കില്ല, കർത്തമേശ വരുമ്പം കുനിഞ്ഞിരിക്കണ്ട, മൂത്രമൊഴിക്കാൻ പോകണ്ട, എന്തെല്ലാം സൗകര്യ. ഒരെണ്ണത്തിന് പള്ളി വരണമെന്നില്ല. ഇനിയിപ്പം ഇത് തുറന്നാൽ ആരെയും വരുന്നു പറഞ്ഞാൽ കുറച്ച് പേര് വന്നെങ്കിൽ എത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ ഏതാ ആരും പറയാത്ത സംഗതി മനസ്സിലായി. അതുകൊണ്ട് ഇതെല്ലാം ഒരു പാഠമാണ് കേട്ടോ. ക്ലൈമാക്സിലേക്ക് വരാം. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. പാടാറുണ്ടല്ലോ അവന്. ഇപ്പോൾ പാടാൻ പറ്റും. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഒന്ന് നോക്കി വെച്ചു, നമുക്ക് പാടിച്ച് നിർത്താം. ഞാൻ പറഞ്ഞു വരുന്നേ. അപ്പോൾ ഇത് നമ്മൾ പുറത്തിറങ്ങുമ്പം എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വരും. എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വരും. വരുമ്പോൾ 10 രാജ്യങ്ങളുടെ നേതാവായിട്ടാണ് വരുന്നത്. എത്ര രാജ്യങ്ങളുടെ? 10 രാജ്യങ്ങളിൽ. നിങ്ങൾ പറ, ഒരാളിങ്ങോട്ട് വന്നിച്ചും ഞാൻ 10 രാജ്യങ്ങൾക്ക് നേതാവാണെന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാൻ? അമേരിക്ക അംഗീകരിക്കുമോ? അയാളാണ് ലോകത്തിൻ്റെ പോലീസുകാരെന്ന് അയാൾ നടക്കുന്നത്. റഷ്യ അംഗീകരിക്കുമോ? ചൈന അംഗീകരിക്കുമോ? ഇന്ത്യ അംഗീകരിക്കുമോ? അംഗീകരിക്കുകയില്ല. എന്താ കാര്യം? അവർക്കൊക്കെ സാമ്പത്തിക സൈനിക ശക്തിയുണ്ട്. ശ്രദ്ധിക്കൂ, മനോരമ കോവിഡ് പിടിപെട്ട് കിടക്കുന്ന 10 രാജ്യങ്ങളുടെ പേരെഴുതിയിരുന്നു ഒരു സമയത്ത്. ഓർക്കണ്ടോ? അത് ഏതാ? 10 നമ്പർ 1 10 രാജ്യം ഏതാ? ലിത്വാനിയ, സുഡാൻ, ഒന്നുമില്ല. പാവപ്പെട്ട രാജ്യങ്ങളൊന്നുമില്ല. എതിർ ക്രിസ്തു കയറി വന്നിട്ട് ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ആ രോഗത്താൽ പ്രശ്നത്താൽ വലഞ്ഞ 10 രാജ്യങ്ങൾ. നമ്പർ 1 അമേരിക്ക, 2 റഷ്യയായിരുന്നു, ഇപ്പം ഇന്ത്യ, 3 റഷ്യ. അപ്പം എതിർ ക്രിസ്തുവിനെ എതിർക്കാൻ തടസ്സമുള്ള, എതിർക്കാൻ ശേഷിയുള്ള 10 നമ്പർ 1 രാജ്യങ്ങൾ കോവിഡ് പിടിപെട്ട് കിടപ്പാണിപ്പം. എഴുന്നേക്കാൻ പറ്റുന്നില്ല. പ്രശ്ന പരിഹാരത്തിന് ഇവൻ വന്നാൽ സ്വാഗതം ചെയ്യേണ്ട ഗതികേടിലാണ് ഇപ്പോൾ രാജ്യങ്ങൾ. ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞ് കയറി വന്നാൽ 10 കാര്യപരിപാടികളും കൊണ്ടുവരും. ഏകലോക ഭാഷ, ഏകലോക നാണയം, ഏകലോക കറൻസി, ഏകലോക മതം, ഏകലോക ബൈബിൾ, ഏകലോക ആരാധന, ഏകലോക പൗരത്വം ഒക്കെ വരും. 2.5 വർഷം മുൻപാണ് ദുബായിൽ സർവ്വലോക മത സമ്മേളനം നടത്തി. അമൃതാനന്ദമയി ഉണ്ടായിരുന്നു, പോപ്പും ഉണ്ടായിരുന്നു. ഏകലോക മതം വരാൻ പോവുകയാണ്. ഏകലോക പൗരത്വം, ഒറ്റ കാറ്റുള്ള ലോകങ്ങളും പോകാം. ഏകലോക കറൻസി, ചൈന ഡിജിറ്റൽ കറൻസി രംഗത്തിറങ്ങി കഴിഞ്ഞു. ഏകലോക ബൈബിൾ, നമ്മുടെ ബൈബിൾ മാത്രം മാറ്റിവെച്ചും ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ചേർത്ത് പുതിയ ബൈബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതതിനകത്തില്ല. ഒറ്റ നേതാവ്, ഒറ്റ രാജ്യം, ഏകലോക ഗവൺമെൻറ്, ഒരു മുദ്ര, ഒരു കറൻസി. വരില്ലേ? ഭാഷ ഇംഗ്ലീഷ് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഇപ്പോൾ എതിർ ക്രിസ്തു കയറി വന്നാൽ ഒരു തടസ്സമില്ല. ഇനി ഒരു വശത്തൂടെ എതിർ ക്രിസ്തു കയറി വന്നു, മറുവശത്ത് 3-ാം ലോക മഹായുദ്ധം വരുന്നു. ഏതാ 3-ാം ലോക മഹായുദ്ധം? ഇസ്രായേലും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. എനിക്കിവിടെ ഇസ്രായേൽ ഹമാസിനെ കുറിച്ചൊക്കെ ഞാൻ ഈയിടെ 4 മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നു. പോട്ടെ, ശിൽക്ക് പാതയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരൊറ്റ
മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. 21 മുസ്ലിം രാഷ്ട്രങ്ങൾ 1068 പ്രാവശ്യം യുദ്ധം ചെയ്തു. ഇപ്പോഴോ? ഇപ്പോൾ ആർക്കാ ഇസ്രായേലിൻ്റെ എതിർപ്പ്? പാലസ്തീൻ അല്ലാതെ വേറെ ആർക്കും എതിർപ്പ്? ഖത്തറിനുണ്ടോ? ഇല്ല. ഞാൻ 2.5 കൊല്ലം മുമ്പ് ഖത്തറിലായിരിക്കുമ്പോഴാണ് UAE-ക്കാർ തടസ്സം നിന്നത്. ഖത്തറിൽ നിന്ന് ഖത്തറുകാർ ഇസ്രായേലിൽ നിന്ന് 4000 പശുക്കളെ 24 മണിക്കൂറിനകം ഫ്ലൈറ്റിൽ ഖത്തറിലെത്തിച്ചു. 1 ലിറ്റർ പാലിന് 1 രൂപ കുറച്ച് കൊടുത്തു ഖത്തർ. നമ്മുടെ നാട്ടിലാണ് നിരോധനം വന്നെങ്കിലോ മുരിങ്ങാക്ക 1 രൂപയ്ക്ക് 100 രൂപയാവും. അവിടെ നിരോധനം വന്നപ്പം 1 ലിറ്റർ 1/2 ലിറ്റർ പാലിന് 1 രൂപ കുറച്ച് കൊടുത്തു. കാരണം ഇസ്രായേലിൽ പശുക്കളായിരുന്നു. ഇപ്പം സൗദിക്ക് ഇസ്രായേലുണ്ട് അകൽച്ചയുണ്ടോ? ഇല്ല. ബഹ്റിൻ അകൽച്ചയുണ്ടോ? ഇല്ല. ആർക്കാ അകൽച്ച? എല്ലാം അടുത്തു തുടങ്ങി. അപ്പോൾ ഒരു ചേരി രൂപപ്പെടുകയാണ്. അതുകൊണ്ട് 3-ാം ലോക മഹായുദ്ധം ഇസ്രായേൽ റഷ്യ രംഗത്ത് വരും. അഫ്ഗാനിസ്ഥാൻ കയറി വന്നു കഴിഞ്ഞു. താലിബാൻ അവരും പാകിസ്ഥാനും ചൈനയും കൂടെ ചെയ്ത ഒരടി ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. ഞാനിവിടെ നിർത്തുകയാണ്. 2 വശത്തേക്ക് നോക്കിക്കേ. ഇടതുവശത്ത് നിന്ന് 3-ാം ലോക മഹായുദ്ധം കയറി വരുന്നു. വലതുവശത്ത് നിന്ന് എതിർ ക്രിസ്തു കയറി വരുന്നു. നിങ്ങൾ എവിടേക്ക് നോക്കണം? നമ്മളെവിടേക്ക് നോക്കണം? 2 വശത്തേക്ക് നോക്കണ്ട. കാരണം 3-ാം ലോക മഹായുദ്ധം ആരംഭിച്ച ഉടനെ ഒരു സംഭവം നടക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കർത്താവ് ഇറങ്ങി ഒരു സഭ ഇവിടുന്ന് പോകും. അതിന് ശേഷമേ എതിർ ക്രിസ്തു കയറി വരൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങൾ നോക്കുന്ന ഇടത്തു ഭാഗത്തേക്കും വലത്തു ഭാഗത്തേക്കുമല്ല, ആകാശത്തിലേക്ക് നോക്കണം, മേഘങ്ങളിലേക്ക് നോക്കണം. കർത്താവ് മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് വരാൻ പോകുന്നു. ഈ ലോക്ക്ഡൗൺ വിളിച്ചറിയിക്കുന്നത് അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ലോക്ക്ഡൗൺ നമുക്ക് 3 മുന്നറിയിപ്പുകൾ നൽകുന്നു. 1, ദൈവജനത്തിനും ഇത് ഉണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ അല്ല നമ്മുടെ വിഷയം. ഈ ലോക്ക്ഡൗണിൽ നമ്മെ പരിപാലിച്ച ദൈവമാണ് വിഷയം. 2, ഇത് അറയിൽ കടക്കാനാണ്. 3, എങ്ങനെ പുറത്തു വരണം? തട്ടാന്റെ കയ്യിൽ ഉരുപ്പടി കൊടുക്കുന്നത് അതുപോലെ കൊണ്ടുവരാനല്ല. അതിനെ 7 പ്രാവശ്യം ഉരുക്കി തനി തങ്കമായി പുറത്തെടുക്കുന്ന പോലെ 1.5 കൊല്ലം കൊണ്ട് ദൈവം തമ്പുരാൻ നമ്മെ ശരിയായ വർക്ക്ഷോപ്പിനകത്ത് കയറ്റി തനിത്തങ്കമായി ഒരുക്കപ്പെട്ട വിശുദ്ധ സഭയായി തന്നെത്താൻ ഒരുങ്ങിയ മണവാട്ടിയായി പുറത്തു വരണം. കാരണം യേശുവിനെ കാണാൻ സമയമായി, യേശു വരാൻ നേരമായി. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ക്ലൈമാക്സ് ആണ്. ഇനിയും അധികം നാളുകളില്ല. ഞങ്ങൾ വിശ്വസിച്ചതും വിളിച്ചു പറഞ്ഞതുമായ സത്യം ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് സഭ ഒരുങ്ങുവാൻ ഈ ദിവസങ്ങൾ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും വിളക്കിൽ എണ്ണ കരുതാത്തവർ കൈവിടപ്പെട്ടു പോകും കർത്താവേ. അതുകൊണ്ട് കർത്താവ് വരാറായി, ഈ ലോകം അവസാനിക്കാറായി, എതിർ ക്രിസ്തു വരാറായി, 3-ാം ലോക മഹായുദ്ധം വരാറായി. പക്ഷെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഞങ്ങൾ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേലെടുക്കപ്പെടും. ഈ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. യേശുവിനെ രക്ഷിതാവോ കർത്താവുമായി സ്വീകരിക്കാത്തവർക്ക് കൃപ നൽകണമേ, സ്വീകരിച്ചവർക്ക് പ്രത്യാശ നൽകണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ച് പാട്ട് പാടിയാട്ടെ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ യേശുവിനെ കണ്ടാൽ മതി, ധീരമായ സുഖം കിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ധീരമായ സുഖം കിട്ടാൽ മതി. പരിശുദ്ധിയാൽ പണിത നഗരമതി, പരിശുദ്ധിയാൽ പണിത നഗരമതി. പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ധീരമായ സുഖം കിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ധീരമായ സുഖം കിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശിക്കോ,
മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലേമായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലേമായ സുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപങ്ങളെ കുഴിയതിൽ ഞാൻ മരിച്ചവനായിടുന്നോരിടത്തും നിന്നും. ഒരിക്കൽ പാപങ്ങളെ കുഴിയതിൽ ഞാൻ മരിച്ചവനായിടുന്നോരിടത്തും നിന്നും. ഉയർത്തിയുന്നോരെന്നെ നിർത്തിയവേ, ഉയർത്തിയുന്നോരെന്നെ നിർത്തിയവേ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലേമായ സുഖം വിട്ടാൽ മതി. 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 വിട്ടാൽ മതി. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധയാത്മാവ് അവിടുത്തെ വിലപ്പെട്ട ദാസനിലൂടെ ഇന്ന് രാത്രി നമ്മോട് സംസാരിപ്പാനിടയായി. നാളെ പ്രഭാതം നടക്കുന്ന മീറ്റിംഗ് കർത്താവ് അനുഗ്രഹിപ്പാൻ, കർത്താവിൻ്റെ ദാസനെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ജനത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നമ്മെല്ലാം പ്രാർത്ഥനയോടായിരിക്കും. അലക്സാണ്ടർ പാസ്റ്റർ പ്രാർത്ഥിച്ചു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഞങ്ങളുടെ മധ്യത്തിൽ ദൈവാത്മാവ് ഒരുക്കിയ എല്ലാ നല്ല സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ ജോയി പാറക്കൽ ദൈവദാസനെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൊടുത്ത ദൈവിക ദൂതുകളും ഹല്ലേലൂയ ആലോചനകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങളുടെ ദാസനിൽ കൂടി കർത്താവ് സഹായിച്ച എല്ലാ പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശക്തിയോടെ പിന്നെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ സ്തോത്രം. കർത്താവെ, നാളെ പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷയുടെ മേൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ആദരിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ കൂടി വന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. കർത്താവെ, കേൾപ്പിച്ച ഓരോ ദൂതുകൾ അത് ഏറ്റെടുത്ത് ആമേ വിശുദ്ധ ജീവിതം നയിപ്പാൻ എവിടൊക്കെയാണ് കർത്താവെ പോരായ്മകൾ, കർത്താവെ ദൈവശബ്ദം കേൾക്കുന്നതിന് എവിടൊക്കെയാണ് തടസ്സങ്ങൾ, അതൊക്കെയും കർത്താവെ ഇന്ന് പകൽക്കാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ ദാസനിൽ കൂടി വചനം കേൾപ്പിച്ചല്ലോ. അതെൻ്റെ ദൂതാണ്, അതെൻ്റെ ആലോചന, ഞാൻ ഒരുങ്ങാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദിവസങ്ങളിൽ കർത്താവെ ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്കും ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ സഭ നടത്തുന്ന ഭർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്ററിനായ സ്തോത്രം. ബലത്തോടെ ഇന്ന് വരെ നടത്തി, ഇനി നടത്താൻ ദൈവം ശക്തനായിരിക്കും. ആശ്രമം ദാസി മക്കൾക്കായ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാം മഹത്വമായി തീരും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ വ്യാജനങ്ങൾ കേട്ടിരിക്കാൻ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശങ്ങൾ ദൈവം നൽകിയതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശ്രേഷ്ഠകരമേറിയ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്തദാസനെ ബലപ്പെടുത്തിയതിനായി കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും എന്നും എപ്പോഴും നമ്മളെ ജയത്തോടെ വഴി നിർത്തുന്ന തൃത്വത്തിൽ മൂന്നാമതായി പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ മേലും, ദൈവസഭയുടെ മേലും, അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശം കൈമാറിയ കർത്തദാസമേലും, ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും എല്ലായ്പ്പോഴും കാലാവസരം കൂടാതെ ആ ദൈവ സാന്നിധ്യത്താൽ കാക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും ജയം നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാമേ. ശക്തിയോടെ, ബലത്തോടെ, വിടുതലോടെ ദൈവം നമ്മളെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.